ഓക്കെ. നമ്മള് നമ്മളുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് സയന്റിസ്റ്റുകളെ കുറിച്ചും അതേപോലെ അവരുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് തിയറികളെ കുറിച്ചും ആണ് പറയുന്നത്. അപ്പോൾ കുറച്ച് തിയറട്ടിക്കൽ ക്ലാസ് ആയിരിക്കും, പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. കാരണം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തിയറികളാണ്. ആ കുട്ടി എങ്ങനെ വളർന്നു വരുന്നു, ഒരു സമൂഹം അവനിൽ എങ്ങനെയൊക്കെ ഇടപെടലുകൾ നടക്കുന്നു, അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് ക്ലാസ്സുകളാണ്. ഇപ്പൊ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഇത് കുറെ പരീക്ഷകൾക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള ആളുകളെ കുറിച്ചുള്ളതാണ്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. ഇതായിരിക്കും എന്തായാലും അവസാനത്തെ ക്ലാസ്. ഇതോടുകൂടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി വല്ലതും ഉണ്ടെച്ചാൽ വേറൊരു ക്ലാസ്സിലായിട്ട് വല്ലതും വിട്ടുപോയിട്ടുണ്ടെച്ചാൽ ഒരു മിസലിനീസ് പാർട്ടായിട്ട് നോക്കാം നമുക്ക്. ഓക്കെ. ആദ്യം വരുന്ന ശാസ്ത്രജ്ഞനാണ് ആര്? എന്താ വായിക്കുക? ജീൻ പിയാഗെറ്റ് എന്നല്ലേ? പക്ഷെ അങ്ങനെയല്ല വായിക്കുക, ജീൻ പിയാഷെ. ജീൻ പിയാഷെയാണ് നമ്മളുടെ ആദ്യത്തെ ശാസ്ത്രജ്ഞർ. അപ്പൊ ഇവരൊക്കെ മെയിൻ ആയിട്ട് ഇപ്പൊ ഇന്ന് പറയുന്ന അധിക ശാസ്ത്രജ്ഞന്മാരും കൺസ്ട്രക്റ്റിവിസ്റ്റുകളാണ്. അതായത് കൺസ്ട്രക്റ്റിവിസ്റ്റ് ചിന്തകളിലൂടെ പോകുന്ന ശാസ്ത്രജ്ഞന്മാരായി. കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മിക്കുകയാണ്. എന്താണ്? നോളജിനെ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കുട്ടി ജനിച്ചു വീഴുന്ന നോളജിലല്ല, ആ കുട്ടി നോളജ് നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അതായത് ഇപ്പൊ എന്താ പറയുക, ഇപ്പൊ കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എക്സിസ്റ്റിംഗ് നോളജിൽ നിന്ന്, നിലവിലുള്ള നമ്മളുടെ നോളജിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? പുതിയ നോളജ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് എന്ത്? കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ട്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം ജീൻ പിയാഷെനെ കുറിച്ച് ആദ്യം നോക്കാം. അപ്പോ ജീൻ പിയാഷെ എന്ന് പറയുന്നത് ഒരു സ്വിറ്റ്സർലൻഡുകാരനാണ്. ആഗസ്റ്റ് 9, 1896 അദ്ദേഹം ജനിച്ചത്. ഓക്കെ. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ 10ാം വയസ്സിലാണ്, ഓക്കെ കേൾക്കണം, 10ാമത്തെ വയസ്സിലാണ് എന്ത് ചെയ്തിരുന്നത്? വെട്ടി പറഞ്ഞു. 10ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആദ്യത്തെ സയന്റിഫിക് പേപ്പർ അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ. സയന്റിഫിക് പേപ്പർ അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത്. ഇത് ഒരു കിളികളെ കുറിച്ചിട്ടുള്ളതാണ്. ആൽബിനോ എന്ന് പറഞ്ഞിട്ടുള്ള സ്പാരോസിനെ കുറിച്ചുള്ള ഒരു പേപ്പറാണ്. ആൽബിനോ സ്പാരോസിനെ കുറിച്ചിട്ടുള്ള പേപ്പറാണ് അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത്. ഇതുവഴിയാണ് അദ്ദേഹത്തിന് 10ാം വയസ്സിൽ തന്നെ അന്നത്തെ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലേക്ക് അദ്ദേഹത്തിന് പ്രവേശനം കിട്ടുന്നത്. ആലോചിക്കണം, 10ാം വയസ്സിലാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സയന്റിഫിക് പേപ്പർ പബ്ലിഷ് ചെയ്യുന്നത്. പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോ അദ്ദേഹത്തിനെ നമ്മൾ എന്താണ് പറയാറുള്ളത്? ഫാദർ ഓഫ് ചൈൽഡ് സൈക്കോളജി. ഇമ്പോർട്ടന്റ് ആണ്. ഫാദർ ഓഫ് ദ ചൈൽഡ് സൈക്കോളജി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ പറയേണ്ടത്? നമ്മൾ ആരെ പറയും? പിയാഷെനെ പറയും. ഓക്കെ. അദ്ദേഹം ഒരു ബയോളജിസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കകാലത്ത്. അദ്ദേഹമാണ് എന്ത്? ജെനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞിട്ടുള്ള ശാസ്ത്രശാഖയ്ക്ക് തുടക്കം കുറിച്ചത്. അപ്പൊ ഫാദർ ഓഫ് ജെനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത് ആരാണ്? നമ്മളുടെ പിയാഷെയാണ്. ഓക്കെ. പിയാഷെ. സ്പെല്ലിംഗ് കുറച്ച് ഡൗട്ട് തോന്നുന്ന സ്പെല്ലിംഗ് ആയിരിക്കും, കുഴപ്പമില്ല. പിയാഷെ. അപ്പോ ജെനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജെനറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, എന്താ? ഒറിജിൻ എന്നാണ് അർത്ഥം, അല്ലേ? എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പിസ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജ് ആണ്. എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ നോളജിനെ കുറിച്ചുള്ള പഠനം. അപ്പോ ഒരു മനുഷ്യനിൽ എങ്ങനെയാണ് നോളജ് ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ജെനറ്റിക് എപ്പിസ്റ്റമോളജി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ചിന്താഗതിയുള്ള ഒരാളായിരുന്നു. ഓക്കെ. കൺസ്ട്രക്റ്റിവിസ്റ്റ് ഫിലോസഫർ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആയിരുന്നു ആര്? നമ്മളുടെ പിയാഷെ. അപ്പൊ പിയാഷെനെ കുറിച്ച് കുറെ പഠിക്കേണ്ടത് നമുക്ക്, കുറെ അല്ല, അദ്ദേഹത്തിന്റെ തിയറികളെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ, പിയാഷെന്റെ തിയറികളൊക്കെ. അപ്പോ അദ്ദേഹം പറഞ്ഞ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളുടെ തിങ്കിങ്, നമ്മളുടെ ചിന്തകൾക്ക് മാറ്റം വരുത്താൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് 4 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട്. നമ്മളുടെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചേഞ്ചസ് ഇൻ തിങ്കിങ് ഏതൊക്കെയാ? ഒന്നാമത് പറഞ്ഞത് അദ്ദേഹം ബയോളജിക്കൽ മെച്ചുറേഷൻ. നമുക്ക് പ്രായത്തിനനുസരിച്ച് നമുക്കുണ്ടാവുന്ന മെച്യൂരിറ്റി. അതായത് 4ാം ക്ലാസ്സുകാരൻ ആലോചിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു ഡിഗ്രിക്കാരൻ ആലോചിക്കുന്നുണ്ടാവുന്നത്. അപ്പൊ അവന് പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് അവന്റെ മെച്യൂരിറ്റി കൂടി. അതുപോലെ ആയിരിക്കില്ല ഒരു 25 വയസ്സുകാരൻ ആലോചിക്കുന്നുണ്ടാവുന്നത്. അതുപോലെ ആയിരിക്കില്ല ഒരു 40 വയസ്സുകാരൻ ആലോചിക്കുന്നുണ്ടാവുന്നത്, അല്ലേ? അതേപോലെ നമ്മളുടെ എക്സ്പീരിയൻസ്, ഓരോ വ്യക്തികൾക്കും ഉണ്ടാവുന്ന ഓരോ എക്സ്പീരിയൻസിനനുസരിച്ചിട്ട് അവന്റെ ചിന്തകൾക്ക് മാറ്റം വരും. ഇപ്പോ എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്. ഞാൻ ബൈക്കിൽ പോയപ്പോ എന്ത് ചെയ്തു? വീണിട്ട് എന്റെ കൈ ഒടിഞ്ഞു. ഓക്കെ. ഇപ്പൊ ചരലിൽ എന്ത് ചെയ്തു? കൈ ഒടിഞ്ഞു വീണപ്പോ എനിക്കത് എക്സ്പീരിയൻസ് ആയി. അപ്പോ അതുകൊണ്ട് എന്ത് ചെയ്യും? ഞാൻ ചരൽ കണ്ടു കഴിഞ്ഞാൽ സ്പീഡ് കുറയ്ക്കും. പക്ഷെ ചരലിൽ വീഴാത്ത ഒരുത്തൻ
ചരൽ കണ്ടു കഴിഞ്ഞാൽ സ്പീഡ് കുറയ്ക്കണം എന്ന് നിർബന്ധമില്ല. കാരണം എന്താ, അവന് ആ എക്സ്പീരിയൻസ് വന്നിട്ടില്ല. എക്സ്പീരിയൻസിലൂടെ ആയിരിക്കും കുറെ ആളുകൾ നമ്മൾ പഠിക്കുന്നത്, കുറെ കാര്യങ്ങൾ പഠിക്കുന്നത്. പിന്നെ സോഷ്യൽ ഇന്ററാക്ഷൻ, അവൻ ആരെയൊക്കെ കാണുന്നു, ആരൊക്കെ, അയാളുടെ സമൂഹത്തായിട്ടുള്ള ഇന്ററാക്ഷൻ, അവന്റെ ചുറ്റുപാടുമുള്ള ആളുകളുമായിട്ടുള്ള ഇന്ററാക്ഷൻ, അതുമായിട്ട് അയാളുടെ തിങ്കിങ്ങിന് മാറ്റം വരും. ഓക്കെ, അതേപോലെ വരുന്നതാണ് ഇക്വിലിബ്രേഷൻ. ഇക്വിലിബ്രേഷൻ എന്നുള്ള പറയുന്ന സാധനം നമ്മൾ പിന്നെ പറയുന്നതായിരിക്കും, അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളതാണ്. സോഷ്യൽ ഇന്ററാക്ഷൻ എന്താണെന്ന് മനസ്സിലായില്ല, അവന്റെ ചുറ്റുപാടുമായിട്ടുള്ള ബന്ധപ്പെട്ടുണ്ടാവുന്ന അവന്റെ ചിന്തകളിലെ മാറ്റം, അതാണെന്ത് സോഷ്യൽ ഇന്ററാക്ഷൻ വഴി ഉണ്ടാവുന്ന മാറ്റങ്ങൾ. അപ്പോ അദ്ദേഹത്തിന്റെ തിയറിയാണ് എന്ത്, തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അതേപോലെ തിയറി ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് തിയറി ഓഫ് നോളേജ്. ഇത് മൂന്നും എന്താണ്, അദ്ദേഹത്തിന്റെ പിയാഷയുടെ തിയറികളാണ്. ഏതൊക്കെയാ, തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ തിയറി ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് ചോദിക്കാം. കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അർത്ഥത്തിൽ ഇന്റലക്ച്വൽ എന്നുള്ള പറയുന്ന പോലെ തന്നെയാണ്. അതേപോലെ തന്നെ ഡെവലപ്മെന്റൽ തിയറി ഓഫ് നോളേജ്. ഇത് മൂന്നും പിയാഷയുടെ തിയറികളാണ്, ഡൗട്ട് ഇല്ലല്ലോ, അത് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി പിയാഷയുടെ തിയറിയിൽ മെയിൻ ആയിട്ട് ഒരു മൂന്ന് കൺസെപ്റ്റ് അല്ലെങ്കിൽ 3 കമ്പോണൻസ് ആണ് അദ്ദേഹം പറയുന്നത്. ഒന്നാമത്തെ കമ്പോണന്റ് ആണ് എന്ത്, കോഗ്നിറ്റീവ് സ്ട്രക്ചർ. രണ്ടാമത്തെ കമ്പോണന്റ് ആണ് എന്ത്, കോഗ്നിറ്റീവ് ഫങ്ഷൻ. മൂന്നാമത്തെ കമ്പോണന്റ് ആണ് എന്ത്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഓക്കെ, ഇത് മൂന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോ ആദ്യം കോഗ്നിറ്റീവ് സ്ട്രക്ചർ എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം പറയുന്നത് സ്കീമ എന്ന് പറഞ്ഞൊരു വാക്കിനെ കുറിച്ചിട്ടാണ്. അപ്പോ എന്താണ് സ്കീമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പറയാം, ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് നോളേജ്. നമ്മളുടെ നോളേജിന്റെ അടിത്തറ അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്ക്. ഇതിപ്പോ ഇതാണ് എന്റെ നോളേജ് വിചാരിച്ചത്, ഈ കുട്ടി ഉണ്ടാക്കിയതാണ് ഈ കുട്ടിയുടെ നോളേജ്. അപ്പൊ ഈ കുട്ടിയുടെ ഓരോ കട്ടകൾ, നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്കിലത്തെ ഓരോ കട്ടകളും എന്താണ്, ഓരോ സ്കീമകളാണ്. ഓക്കെ, അതാണ് എന്ത് സ്കീമ, ഇവന്റെ നോളേജിന്റെ ഓരോ കഷ്ണങ്ങൾ. ഈ കഷ്ണങ്ങൾ എന്താ, പരസ്പരം നോക്കൂ, ഈ കഷ്ണവും ഈ കഷ്ണവും തമ്മിൽ എന്താണ്, കണക്ഷൻ ഉണ്ട്. ഇതും തമ്മിൽ എന്തുണ്ട്, കണക്ഷൻ ഉണ്ട്. പരസ്പരം ഇന്റർ കണക്ട് ചെയ്തിട്ടാണ് എന്തിരിക്കുന്നത്, ഈ നോളേജ് അല്ലെങ്കിൽ സ്കീമ ഇരിക്കുന്നത്. അതിൽ ഡൗട്ട് ഇല്ലല്ലോ, അതാണ് എന്ത് സ്കീമ. നമുക്ക് എന്ത് പറയാം സ്കീമിനെ, സ്കീമ ഈസ് ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് നോളേജ്, അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ക്യാൻ ബി. അപ്പൊ യൂണിറ്റ്സ് എന്നുള്ളതാണ് കേട്ടോ ഇമ്പോർട്ടന്റ്, ഏറ്റവും യൂണിറ്റ്സ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ക്യാൻ ബി ഹയറാർക്കിക്കലി കാറ്റഗറൈസ്ഡ്. ഇതല്ലേ കണ്ടോ, ഈ ഹയറാർക്കിക്കലി കാറ്റഗറൈസ്ഡ്, താഴ്ന്ന് മുകളിലേക്ക് ഹയറാർക്കിലാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ആസ് വെൽ ആസ് വെബ്ഡ് ഇൻ ടു കോംപ്ലക്സ് റിലേഷൻഷിപ്പ് വിത്ത് വൺ അനദർ. കോംപ്ലക്സ് റിലേഷൻഷിപ്പ് വിത്ത് വൺ അനദർ. അപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാണ്, ഞാൻ എന്ത് പറയാണ്, അപ്പൊ ലിയണൽ മെസ്സിനെ കുറിച്ച് ഒരു കാര്യം പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് എന്ത് ഓടി വരും, ഓർമ്മയിൽ വരും, വേൾഡ് കപ്പ് ഓടി വരും. അപ്പൊ എന്തായി, ഈ മെസ്സി എന്നുള്ള എന്റെ നോളേജ് ഈ വേൾഡ് കപ്പ് എന്നുള്ള നോളേജുമായിട്ട് റിലേഷനിലാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാനിപ്പോ പറയാണ് എന്താ, ഐൻസ്റ്റീനെ കുറിച്ച് പറയാണ് വിചാരിച്ചോ. ഐൻസ്റ്റീനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എന്ത് വരും, E സമം mc² എന്നുള്ള ഇക്വേഷൻ ഓർമ്മ വരും. അപ്പൊ എന്താണ്, ഈ ഐൻസ്റ്റീന് ഈ ഇക്വേഷനുമായിട്ട് റിലേഷനിലാണ് നിൽക്കുന്നത്. അങ്ങനെ റിലേഷനിലാണ് എന്ത് നിൽക്കുന്നത്, നമ്മളുടെ മനസ്സിലുള്ള ഓരോ നോളേജിന്റെ ബിൽഡിംഗ് ബ്ലോക്കുകൾ നിൽക്കുന്നത്, അഥവാ സ്കീമകൾ നിൽക്കുന്നത്. ഇപ്പൊ സ്കീമ എന്നുള്ളത് ആരുടെ പ്രൊപ്പോസലാണ്, നമ്മളുടെ പിയാഷയുടെ ആദ്യത്തെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ പറയുന്ന പ്രൊപ്പോസലാണ്. എ സ്കീമ ഈസ് എ മെന്റൽ ഫ്രെയിംവർക്ക് ഓർ ജനറലൈസേഷൻ ഓഫ് പാസ്റ്റ് എക്സ്പീരിയൻസ്. അവന്റെ മുന്നത്തെ എക്സ്പീരിയൻസിൽ നിന്നും ആ കുട്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെന്റൽ ഫ്രെയിംവർക്ക് ആയിട്ട് നമുക്ക് എന്തിനെ വേണമെച്ചാൽ പറയാം, സ്കീമിനെ പറയാം. ഓക്കെ, അതിനുശേഷം അദ്ദേഹം പറയുന്ന കുറച്ച് കൺസെപ്റ്റുകളാണ്. ഓക്കെ, എന്താണത്, 4 എണ്ണം. ഡിസിക്വിലിബ്രേഷൻ. നമ്മളുടെ എക്സാമ്പിൾ പറയാൻ, നമ്മളുടെ മനസ്സിപ്പോ ഒരു എക്വിലിബ്രേറ്റിൽ നിൽക്കുകയാണ്. ഒരു ചെറിയ കുട്ടി നിൽക്കുകയാണ്. അവന്റെ വീട്ടിൽ എന്തുണ്ട്, ഒരു നായക്കുട്ടി ഉണ്ട്. ഓക്കെ, ആ നായക്കുട്ടി ഇങ്ങനെ വീട്ടിലിരിക്കുന്നുണ്ട്. അതാണെന്ത്, നിലവിലുള്ള ഇക്വിലിബ്രിയം പൊസിഷൻ. അവന് പുതിയതായിട്ടൊന്നും അറിയണ്ട, ഇക്വിലിബ്രിയം പൊസിഷനിലാണ് അവൻ നിൽക്കുന്നത്. പെട്ടെന്ന് അവൻ പുറത്ത് വേറൊരു നായനെ കാണാം, വേറൊരു കളറിലൊരു നായ. അപ്പൊ അവന്റെ വീട്ടിലൊരു പഗ്ഗാണ് ഇരിക്കുന്നത് വിചാരിച്ചു. പുറത്ത് അവനൊരു ജർമ്മൻ ഷെപ്പേർഡിനെ കാണാം. അപ്പൊ എന്തായി, അവിടെ പുറത്ത് വേറൊരു ഇൻബാലൻസ് ആയിട്ടുള്ള ഒരു സംഭവം വന്നു. അപ്പൊ എന്തായി, ഒരു പുതിയ സിറ്റുവേഷൻ ഉണ്ടായി. അവന്റെ മനസ്സിൽ എന്തായി, നിലവിലുള്ള നോളേജ് പോരാതെയായിട്ട് വന്നു. ആ സിറ്റുവേഷനാണ് എന്ത് പറയുന്നത്, ഡിസ്ഇക്വിലിബ്രേഷൻ. ഡിസ്ഇക്വിലിബ്രേഷൻ എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, എ ന്യൂ സിറ്റുവേഷൻ ഈസ് നോട്ട് ഇൻ ബാലൻസ് വിത്ത് എക്സിസ്റ്റിംഗ് സ്കീമ. ഓക്കെ, എക്സിസ്റ്റിംഗ് സ്കീമയില് നമ്മളുടെ നിലവിലുള്ള എന്താണ് സ്കീമ എന്ന് പറഞ്ഞാൽ, ബിൽഡിംഗ് ബ്ലോക്ക്, നോളേജിന്റെ നിലവിലുള്ള നോളേജിൽ നിന്നും ബാലൻസ് ചെയ്യാണ്ട് പുറത്തുനിന്ന് വന്ന ഒരു നോളേജ്. അവൻ എന്തറിയാം, പഗ്ഗിനെ കുറിച്ച് അറിയാം,
ഓക്കെ, പഗ്ഗിനെ കുറിച്ച് അറിയാം. പക്ഷെ എന്താണ്, അവന് പുറത്തുള്ള ജർമ്മൻ ഷെപ്പേർഡിനെ കുറിച്ച് അറിയില്ല. ജർമ്മൻ ഓക്കെ, ജർമ്മൻ ഷെപ്പേർഡിനെ കുറിച്ച് അറിയില്ല. അപ്പൊ അവിടെ എന്തായി, ഒരു ഡിസിക്ലിബ്രേഷൻ വന്നു. ഓക്കെ, അപ്പൊ അവൻ എന്ത് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ എന്ത് പറയാണ്, കുട്ടിക്ക് ആനയെ കുറിച്ച് അറിയാം. കുട്ടി എന്ത് ചെയ്യണം, പുറത്തു പോയപ്പോ, നമ്മടൊപ്പം പുറത്തു പോയപ്പോ കുട്ടി എന്ത് കാണുകയാണ്, ഒരു JCBനെ കാണുകയാണ്. ആനയ്ക്ക് എന്തുണ്ട്, തുമ്പിക്കൈയൊക്കെ ഉണ്ട് അല്ലേ, തുമ്പിക്കൈയാന്ന് വിചാരിച്ചു, ഒരു കൊമ്പ്, തുമ്പിക്കൈ ഒക്കെ ഉണ്ട് ആനയ്ക്ക്. അവൻ എന്ത് ചെയ്യാണ്, ഒരു JCBനെ കാണുകയാണ്. JCBക്ക് എന്തുണ്ട്, ഇതേപോലെ ഒരു തുമ്പിക്കൈ, നമുക്ക് പറയാം JCB എന്ന് വിചാരിച്ചു. ഓക്കെ, JCBക്ക് എന്തുണ്ട്, ഇതേപോലത്തെ ഒരു തുമ്പിക്കൈ ഉണ്ട്. അപ്പൊ അവൻ ആനയാണോ എന്നുള്ളൊരു ഡൗട്ട് വരികയാണ് അവിടെ. അതൊരു JCBനെ കണ്ടിട്ട് ആനയാണോ ഡൗട്ട് വരുന്ന സിറ്റുവേഷൻ ആണ് എന്ത്, നമ്മളുടെ ഡിസിക്വിലിബ്രേഷൻ. അപ്പോ അവിടെ നടക്കുന്ന അടുത്ത സ്റ്റെപ്പാണ് എന്ത്, അസിമിലേഷൻ. അസിമിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റിംഗ് ന്യൂ ഇൻഫർമേഷൻ, പുതിയൊരു ഇൻഫർമേഷൻ, ഫിറ്റിംഗ് ന്യൂ ഇൻഫർമേഷൻ ഇൻ ടു എക്സിസ്റ്റിംഗ് സ്കീമ വെൻ ഇറ്റ് ഈസ് സിമിലർ ടു വാട്ട് യു ആൾറെഡി നോ. ഓക്കെ, നേരത്തെ അറിയുന്നതിൽ നിന്ന് സിമിലർ ആയിട്ടുള്ള ഒരു സംഭവം. അതായത് ഇപ്പോ അവന് എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ പഗ്ഗിനെ അറിയാം, ജർമ്മൻ ഷെപ്പേർഡിനെ അറിയില്ല. പക്ഷെ എന്താണ്, രണ്ടും നായ്ക്കളാണ്. അവന് പഗ് നായയാണെന്ന് അറിയാം. അപ്പൊ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് എന്ത്, പഗ് നായയാണെന്ന കുട്ടിക്ക് അറിയാം, നായക്കുട്ടിയാണ്. നായ എന്ന് പറയുന്ന മൃഗത്തിൽ വരുന്നതാണ്. അപ്പൊ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് എന്ത്, ജർമ്മൻ ഷെപ്പേർഡും നായ എന്ന് പറയുന്ന ഒരു മൃഗത്തിൽ വരുന്നതാണ്, അത് വേറൊരു ബ്രീഡാണെന്ന് അവൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ എന്താണ് സംഭവം, രണ്ടും ഒരേ ഒരു കോൺസെപ്റ്റിന്റെ അണ്ടറിൽ വരുന്നതാണ് എന്ത്, ഈ നായയും പഗ്, അതായത് പഗ്ഗും ജർമ്മൻ ഷെപ്പേർഡും. അപ്പൊ അവൻ എന്ത് ചെയ്തു, നായ എന്നുള്ളതിലേക്ക് എന്ത് വന്നു, പഗ്ഗും വന്നു, ജർമ്മൻ ഷെപ്പേർഡും വന്നു. ഓക്കെ, അവിടെ ഉണ്ടായതാണ് എന്ത്, അസിമിലേഷൻ. അവന്റെ നിലവിലുള്ള ഇൻഫർമേഷനിൽ നായ എന്നുള്ളതിൽ ഏതേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, പഗ്ഗാണ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ആ പഗ്ഗിന്റെ ഒപ്പം തന്നെ അസിമിലേഷൻ വഴി അവൻ എന്ത് ചെയ്തു, ജർമ്മൻ ഷെപ്പേർഡിനെ കൂടി ഉൾപ്പെടുത്തി അല്ലെങ്കിൽ എന്ത് പറയാം, സ്വാംശീകരിച്ചു, ഉൾച്ചേർത്തു എന്നുള്ള പറയണതാണ് എന്ത്, നമ്മളുടെ അസിമിലേഷൻ. ഓക്കെ, അതാണ് എന്ത്, അസിമിലേഷൻ, ഫിറ്റിംഗ് ന്യൂ ഇൻഫർമേഷൻ ഇൻ ടു എക്സിസ്റ്റിംഗ് സ്കീമ. ഓക്കെ, വെൻ സിമിലർ, അതാലോചിക്കുക സിമിലർ എന്നുള്ളത്. അടുത്ത വരുന്നതാണ് എന്ത്, അക്കോമഡേഷൻ. അക്കോമഡേഷൻ എന്ന് പറഞ്ഞാലും അസിമിലേഷന്റെ പോലെ തന്നെയാണ്, പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ രണ്ടാമത്തെ എക്സാമ്പിൾ എടുക്കാം, ആനയും JCBയും നമ്മൾ രണ്ടിലും എന്തുണ്ട്, കോമൺ ആയിട്ടൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. പക്ഷെ എന്തല്ല, രണ്ടും മൃഗം എന്നുള്ളതിൽ വരണമല്ലല്ലോ. ഈ ആനയും JCBയും രണ്ടും രണ്ടല്ലേ, JCB എന്ന് പറഞ്ഞൊരു വണ്ടിയല്ലേ. അപ്പൊ അവന് അമ്മ എന്ത് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ JCB എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് തുമ്പിക്കൈ അല്ല, അത് അതിന്റെ ഫ്രണ്ടിലെ ട്രങ്ക് ആണ്, അത് എന്താണ് ഉപയോഗിക്കുന്നത്, മണ്ണ് മാന്താൻ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ്, അതിനൊരു എഞ്ചിൻ ഉണ്ട്, അതിന് 4 ചക്രമുണ്ട്, അത് ജീവനില്ലാത്തൊരു സാധനമാണ് എന്നൊക്കെ പറയുമ്പോ എന്താണ്, കുട്ടി എന്ത് ചെയ്യും, വണ്ടി എന്നൊരു കൺസെപ്റ്റിലോട്ട് മാറി, മൃഗം എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന്. അപ്പൊ ആന എന്നുള്ളത് മൃഗമായിട്ടും JCB എന്നുള്ളത് ഒരു വണ്ടിയായിട്ട് കുട്ടിക്ക് മനസ്സിലായി. അതിനെയാണ് എന്ത് പറയുന്നത്, അക്കോമഡേഷൻ. പുതിയൊരു ഇതിലോട്ട് അക്കോമഡേറ്റ് ചെയ്യുന്നു. ഓക്കെ, പുതിയൊരു കൺസെപ്റ്റിലോട്ട്. അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, റീമോഡലിംഗ് യുവർ എക്സിസ്റ്റിംഗ് സ്കീം. നിലവിൽ അവൻ എന്തേ ഉള്ളൂ, മൃഗം എന്നുള്ള സ്കീം മാത്രമേ ഉള്ളൂ. അപ്പൊ അവർക്ക് ഒരു വണ്ടി എന്നുള്ള സ്കീം വന്നു, ടു അണ്ടർസ്റ്റാൻഡ് എ ട്രൂലി ന്യൂ ഓർ യുണീക് ഇൻഫർമേഷൻ. അപ്പൊ ഈ JCB എന്നുള്ളത് എന്താണ്, അവന്റെ പുതിയ അല്ലെങ്കിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ജർമ്മൻ ഷെപ്പേർഡ് പോലെയല്ല, പുതിയ ഇൻഫർമേഷൻ ദാറ്റ് ഡസന്റ് ഫിറ്റ്. ഓക്കെ, അതാണ് എന്താ, റീമോഡലിംഗ് യുവർ എക്സിസ്റ്റിംഗ് സ്കീമ എന്ത് ചെയ്തു, അവന് പുതിയൊരു സ്കീമ, ഇതിനു വേണ്ടിയിട്ട് വണ്ടി എന്നുള്ള സ്കീമ അവൻ ഉണ്ടാക്കി. അതാണ് എന്ത്, അക്കോമഡേഷൻ. മാറിപ്പോയത് അസിമിലേഷനും അക്കോമഡേഷനും. ഇനി ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും, അവന്റെ കുട്ടിക്ക് എന്ത് ചെയ്തു, JCB എന്നുള്ള ഡൗട്ട് മാറി, ജർമ്മൻ ഷെപ്പേർഡ് എന്നുള്ള ഡൗട്ട് മാറി. അപ്പൊ എന്തായി, അവന്റെ ഡിസിക്വിലിബ്രേഷൻ മാറിയിട്ട് ഒരു ഇക്വിലിബ്രേഷൻ സ്റ്റേറ്റിലോട്ട് മാറി. അപ്പൊ എന്താണ്, പ്രോസസ് ഓഫ് മെയിൻറ്റെയിനിങ് എ ബാലൻസ് ബിറ്റ്വീൻ അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ ആണ് എന്ത്, നമ്മുടെ ഇക്വിലിബ്രേഷൻ. ഡൗട്ട് ഇല്ലല്ലോ, ഈ 4 കാര്യങ്ങളും ഡൗട്ട് ഇല്ലല്ലോ, വളരെ ബേസിക് സാധനങ്ങളാണ്, മനസ്സിലാക്കണം. അപ്പോ അസിമിലേഷനും അക്കോമഡേഷനും മാറി പോകരുത്. അസിമിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്നതും, അക്കോമഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രൂലി ന്യൂ സിറ്റുവേഷൻ വരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, അക്കോമഡേഷൻ ഉണ്ടാവുന്നത്. കണ്ടോ, എക്സാമ്പിൾ നോക്കൂ. നമ്മളുടെ അവൻ എന്ത് ചെയ്തു, കുട്ടിക്ക് എന്തറിയാം, പഗ്ഗാണ് വീട്ടിലുള്ളത്, പുറത്ത് വേറൊരു ബ്രൗൺ കളർ പട്ടി വന്നു. ആ പട്ടിയും ഈ പട്ടിയും എന്താണ്, പട്ടി അല്ല നായ എന്നുള്ള ഇതിലാണ് വരുന്നത്, ഡോഗ് എന്നുള്ളതിലാണ് വരുന്നത്. ഓക്കെ, ചൈൽഡ് എന്ത് ചെയ്തു, ഇതിനെ ഡോഗ് എന്ന് വിളിച്ചു. ഇനി രണ്ടാമത്തെ നോക്കൂ, അവന്റെ വീട്ടിൽ നായക്കുട്ടി ഉണ്ട്, പക്ഷേ അവൻ എന്താ പറയാ, നായക്കുട്ടിയാണ്, നായയാണ്, അവന്റെ 4 കാലിലാണ് നടക്കുന്നതെന്ന് അവനറിയാം. പുറത്ത് നോക്കിയപ്പോ ഒരു പൂച്ച വന്നു. പൂച്ച എന്താണ്, 4 കാലിലാണ് നടക്കുന്നത്. അപ്പൊ എന്താണ്, അവൻ പൂച്ചയാണിത് എന്ന് വിചാരിക്കണം. പക്ഷെ അവൻ എന്ത് ചെയ്തു, അത് പൂച്ചയല്ല എന്ന് അമ്മ പറഞ്ഞ് പട്ടിയല്ല എന്ന് അമ്മ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്.
അവന്റെ അമ്മ അത് പട്ടിയല്ല, അത് പൂച്ച എന്ന് പറഞ്ഞ വേറൊരു മൃഗമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. എൻറ്റയർലി വേറെ സിറ്റുവേഷൻ ആണ്. ഓക്കെ, മനസ്സിലായില്ലേ? പുതിയൊരു സിറ്റുവേഷൻ ആണ് അവിടെ ഉണ്ടാവുന്നത്. അതാണ് എന്താ അക്കോമഡേഷൻ. ഇനി അഡാപ്ഷൻ. ഈ 4 പ്രോസസ്സിലൂടെ അവൻ എന്ത് ചെയ്യാണ്? ന്യൂ നോളജ്, പുതിയ നോളജ് അവൻ അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത് നമ്മള് അഡാപ്ഷൻ എന്ന് പറയുന്നത്. വി അബ്സോർബ് എ ന്യൂ നോളജ് ഓർ അഡ്ജസ്റ്റ് അവർ കോഗ്നിറ്റീവ് സ്കീമ. നിലവിലുള്ള സ്കീമ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ പുതിയൊരു നോളജ് സ്കീമ നമ്മൾ ഉണ്ടാക്കും. ഇത് അഥവാ നിലവിലുള്ള സ്കീമയില് ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? അഡാപ്ഷൻ. ഡൗട്ട് ഇല്ലല്ലോ? ഇതാണെന്ത്? അഡാപ്ഷൻ. അടുത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെന്റ് അല്ല, ഒരു കഥയാണ് എന്ത്? ഫ്രെഡറിക് ബാർട്ട്ലെറ്റിന്റെ ഒരു എക്സ്പെരിമെന്റ്. ഫ്രെഡറിക് ബാർട്ട്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ചെന്നിട്ട് ഒരു വാർ ഓഫ് ദ ഗോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടോടി കഥ പറയാണ്. ചിനൂക്ക് ട്രൈബിന്റെ ഒരു കഥയാണത്. നാടോടി കഥയാണ്. ആ കഥയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഥ എങ്ങനെയാണ് പോകുന്നത്? രണ്ടുപേര് ഒരു സമയം പുഴക്കരയിൽ നിൽക്കുമ്പോൾ ഒരു കപ്പലിൽ കുറച്ച് ആളുകൾ വരുന്നു. അവര് രണ്ടുപേരും നിന്നിരുന്നത് ഒരു സീലിനെ വേട്ടയാടാൻ വേണ്ടിയിട്ടായിരുന്നു. സീലിനെ വേട്ടയാടാൻ വേണ്ടിയിട്ട് സീൽ ഫിഷിങ്ങിന് വേണ്ടി നിൽക്കുമ്പോഴാണ് കുറച്ച് ആളുകൾ കപ്പലിൽ വന്നിട്ട് അവരെ യുദ്ധത്തിന് വിളിക്കുന്നത്. അവര് പിന്നെ ഒരാൾ യുദ്ധത്തിന് പോകുന്നില്ല, പകരം വേറൊരാൾ യുദ്ധത്തിന് പോകുന്നു. അവിടെ നിന്നിട്ട് അയാൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളും തിരിച്ചു വരുന്നു. അങ്ങനെയാണ് കഥ പോകുന്നത്. ഈ നേറ്റീവ് അമേരിക്കനുമായിട്ട് യുദ്ധം ചെയ്യാൻ പോയപ്പോ പ്രേതത്തിനെ കാണുന്നു, അങ്ങനെ പ്രേതം അയാളുടെ ഉള്ളിലോട്ട് കയറുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ് പോകുന്നത്. അപ്പൊ ഈ സാറ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഓരോ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുത്തിട്ട് പിറ്റേ ദിവസം വന്നിട്ട് സാറ് ചോദിച്ചു ആ കഥയൊന്ന് റിവൈസ് ചെയ്തിട്ട് വീണ്ടും ഇങ്ങോട്ട് പറഞ്ഞുതരാം. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്തു? കുറെ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയി. പിന്നെ സാർ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് പറയാൻ വീണ്ടും ആ കഥ ഒന്ന് തിരിച്ചു പറഞ്ഞുതരാം. അപ്പൊ കുട്ടികള് ഓരോ കഷ്ണങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കുട്ടികൾ പറയുന്നുള്ളൂ. അവരെന്തിനോ പുഴക്കരയ്ക്ക് പോയി എന്നാണോ പറയുന്നത്. അവര് സീലിനെ വേട്ടയാടാൻ വേണ്ടി പോയി എന്നല്ല അവർ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്തു? ഒരു കപ്പൽ വന്നു അല്ലെങ്കിൽ പറയുന്നതിന് പകരം അവരെന്ത് പറഞ്ഞു? ഒരു ബോട്ട് വരുന്നു എന്ന് പറഞ്ഞു. അവരെന്തിനോ പുഴക്കരയ്ക്ക് മീൻ പിടിക്കാൻ പോയി എന്ന് പറഞ്ഞു കുട്ടികള്. അതേപോലെ തന്നെ ബോട്ട് വന്നു എന്ന് പറഞ്ഞു കുട്ടികള്. അപ്പൊ എന്താണ് അവിടെ ഉണ്ടാവുന്ന മാറ്റം? കുട്ടികൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള സാധനങ്ങൾ കുട്ടികൾ പറയുന്നുണ്ട്. കുട്ടിക്ക് എന്തറിയാം? പുഴക്കരയിൽ പോകുന്നതും മീൻ പിടിക്കുന്നതും അറിയാം. പക്ഷെ ആ കുട്ടിക്ക് എന്തറിയില്ല? സീലിനെ ഫിഷ് ചെയ്യുന്നത് അറിയില്ല, സീലിനെ പിടിക്കാൻ പോകുന്നത് അറിയില്ല, സീലിനെ ഹണ്ട് ചെയ്യാൻ പോകുന്നത് അറിയില്ല. പക്ഷെ കുട്ടിക്ക് എന്തേ അറിയുള്ളൂ? മീൻ പിടിക്കാൻ പോകുന്നത് അവന്റെ അച്ഛനോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് പോയത് അറിയാം. പക്ഷെ സീലിനെ ഹണ്ട് ചെയ്യാൻ പോയത് അറിയില്ല. അപ്പൊ അവൻ എന്ത് ചെയ്തു? മീൻ പിടിക്കാൻ പോയതായിട്ട് അവന്റെ കാര്യങ്ങൾ കണക്ട് ചെയ്തു. അതേപോലെ അവൻ എന്തറിയില്ല? ഷിപ്പ് അല്ലെങ്കിൽ പഴയ കനോയെ അറിയില്ല, പകരം അവൻ എന്തറിയാം? ബോട്ട് അറിയാം. ബോട്ടായിട്ട് എന്ത് ചെയ്തു? അവൻ അങ്ങനെ കണക്ട് ചെയ്തു. അപ്പൊ അവൻ എന്താ ചെയ്യുന്നത്? അൺഫെമിലിയർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് അവൻ എന്ത് ചെയ്തു? ഒമിറ്റ് ചെയ്തിട്ട് ഫെമിലിയർ ആയിട്ടുള്ള സ്ട്രേഞ്ച് എലമെന്റ്സ് അവൻ എന്ത് ചെയ്തു? മനസ്സിൽ വെച്ചു. അങ്ങനെയാണ് അവൻ എന്ത് ചെയ്യുന്നത്? നമ്മളുടെ നിലവിലുള്ള എക്സിസ്റ്റിംഗ് സ്കീമിലോട്ട് പുതിയ നോളജ് കയറ്റി വരുന്നതെന്നാണ് ഈ വാർ ഓഫ് ദ ഗോസ്റ്റ് എക്സ്പെരിമെന്റ് പറയുന്നത്. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, ഇതൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, കണ്ടോ? ഇത് നോക്കൂ. സീലിങ്ങിനെ ഫിഷ് ചെയ്യുന്നു, അതേപോലെ ഓരോ കനോയിൽ അല്ലെങ്കിൽ തോണിയിൽ ആളുകൾ വരുന്നു, അവർ യുദ്ധം ചെയ്യാൻ പോകുന്നു. അങ്ങനെയായിരുന്നു ആ കഥ ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെന്ന് വെച്ചാൽ ജസ്റ്റ് യൂട്യൂബിൽ വാർ ഓഫ് ദ ഗോസ്റ്റ് ബൈ ഫ്രെഡറിക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടുന്നതാണ്. ഇനി രണ്ടാമത് വരുന്ന സ്റ്റേജ് ആണ് നമ്മൾ പറഞ്ഞ പോലെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജിൽ വരുന്നത്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജിനെ അദ്ദേഹം ഒരു 4 എണ്ണാക്കി മാറ്റിയിട്ടുണ്ട്, പിയാഷെ. അപ്പൊ അതിൽ ആദ്യം വരുന്നതാണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ, അത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഒന്നാമത് വരുന്നതാണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് സെൻസറി മോട്ടർ എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താണ് ആലോചിക്കേണ്ടത്? നമ്മൾ സൈക്കോ മോട്ടോർ ഡൊമൈൻ എന്നൊക്കെ പറയുമ്പോൾ എന്ത് ഉണ്ട്? നമ്മളുടെ ആക്ഷൻ, നമ്മളുടെ ഫിസിക്കൽ സാധനങ്ങളിലൂടെ വരുന്നതാണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. സെൻസറി മോട്ടോർ സ്റ്റേജിൽ എന്താണ്? സെൻസുകൾ ഉപയോഗിച്ചുള്ള ആക്ഷൻ, സെൻസുകളിലൂടെ അക്വേർഡ് നോളജ് ത്രൂ സെൻസറി എക്സ്പീരിയൻസ്. അവന്റെ സെൻസുകളിലൂടെ, കേൾക്കുന്നതിലൂടെ, കാണുന്നതിലൂടെ, തൊടുന്നതിലൂടെ ഒക്കെ ഉണ്ടാകുന്ന ബേസിക് റിഫ്ലക്സുകൾ കുട്ടി വളർത്തിയെടുക്കുന്നതാണ് സെൻസറി എക്സ്പീരിയൻസിലൂടെ വളർത്തിയെടുക്കുന്നതാണ് സെൻസറി മോട്ടോർ സ്റ്റേജിൽ നടക്കുന്നത്. അത് എപ്പോഴാണ്? കുട്ടി ജനിച്ച മുതല് കുട്ടിക്ക് 2 വയസ്സാവുന്നവരെ എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? പിയാഷെ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ബേസിക് റിഫ്ലക്സ്, സെൻസ് ആൻഡ് മോട്ടോർ റെസ്പോൺസസ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോ എന്തൊക്കെയാ? സീയിങ്, ടച്ചിങ്, സക്കിങ്, ഫീലിംഗ്, ഗ്രാസ്പിംഗ്, ലിസണിങ്. കുട്ടി എന്ത് ചെയ്യും? കുട്ടി ഓരോരുത്തർ ഇങ്ങനെ വരുന്നത് കാണുന്നുണ്ടാവും. ചെറിയ കുട്ടിയാകുമ്പോഴൊക്കെ ഓരോരുത്തർ കുട്ടിയെ വന്നിങ്ങനെ തൊടുന്നുണ്ട്, അത് കാണുന്നുണ്ട്. കുട്ടിക്ക് മുലപ്പാല് നൽകുമ്പോൾ കുട്ടി സക്ക് ചെയ്യുന്നുണ്ട്, അത് കുട്ടി അങ്ങനെ പഠിക്കുന്നുണ്ട്. അതേപോലെ അമ്മ പറയുന്ന ഓരോ കാര്യങ്ങൾ കുട്ടി ലിസൺ ചെയ്യുന്നുണ്ട്. ഒരു കുട്ടി നമ്മൾ വിരൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി ഗ്രാസ്പ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. അതൊക്കെ എന്താണ്? ഈ സെൻസറി മോട്ടോർ സ്റ്റേജിൽ വരുന്നതാണ്. ഓക്കെ, അതാണ് ഒരു സ്റ്റേജ് ഓഫ് ഇൻഫാൻസി നമുക്ക് വേണമെങ്കിൽ സെൻസറി മോട്ടോർ സ്റ്റേജിനെ പറയാം. ഓക്കെ,
ഇവിടെ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് എന്ത്? ഒബ്ജക്ട് പെർമനൻസ്. ഒബ്ജക്ട് പെർമനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഞാൻ എന്ത് ചെയ്തു? കുട്ടിയുടെ മുന്നിൽ ഒരു കളിപ്പാട്ടം വെച്ചു. ചെറിയ കുട്ടിയാണ്, കുട്ടി ഇങ്ങനെ മുട്ടുകുത്തി നടക്കാൻ തുടങ്ങിയല്ലോ വിചാരിച്ചു. കുട്ടിയുടെ മുന്നിൽ കളിപ്പാട്ടം വെച്ചു. അപ്പൊ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റി? ആ കളിപ്പാട്ടം കാണുന്നുണ്ട്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? അതിന്റെ മുകളിലൊരു പുതപ്പിട്ട് മൂടി. പുതപ്പിട്ട് മൂടിയപ്പോ ആ കളിപ്പാട്ടം കാണുന്നില്ല. പക്ഷെ കുട്ടി മനസ്സിലാക്കുകയാണ് എനിക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും ആ സാധനം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? ഒബ്ജക്ട് പെർമനൻസ് ആണ്. ഒബ്ജക്ട് അവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ആ കുട്ടി മനസ്സിലാക്കുന്നു. അപ്പോ എന്നിട്ട് എന്ത് ചെയ്യും? കുട്ടി ആ തുണി മാറ്റിയിട്ട് കളിപ്പാട്ട് എടുക്കും. അപ്പൊ എന്താണ് ഇവിടെ നടക്കുന്നത്? ലേൺ ദാറ്റ് തിങ്സ് കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ഈവൻ വെൻ ദേ കനോട്ട് ബി സീൻ. അവന് കാണുന്നില്ലെങ്കിലും ആ സാധനം അവിടെ തന്നെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ഒളിച്ചേ കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളായിട്ട് കളിക്കില്ലേ? അപ്പൊ ഒളിച്ചേ എന്ന് പറഞ്ഞിട്ട് കുട്ടി നമ്മളിങ്ങനെ താഴത്തേക്ക് പോകുമ്പോൾ കുട്ടി എന്ത് ചെയ്യും? എത്തി നോക്കാറില്ലേ? അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി അവിടെ എന്താണ്? കുട്ടിയുടെ തിങ്കിങ് എന്താണ്? എപ്പോഴും ഈഗോ സെൻട്രിക് ആയിട്ടുള്ള ഒരു തിങ്കിങ് ആണ്. കുട്ടി കുട്ടിയുടെ വ്യൂയിലൂടെ മാത്രമേ കാണുന്നുള്ളൂ, അല്ലേ? കുട്ടിക്ക് ബാക്കിയുള്ളവരെങ്ങനെ കാണുമെന്ന് കാണേണ്ട ആവശ്യമില്ല. അതേപോലെ എന്താണ്? നമ്മൾ മനുഷ്യരും ബാക്കിയുള്ള ഒബ്ജക്റ്റും വേറെ വേറെ ബീയിങ്സ് ആണെന്ന് കുട്ടി മനസ്സിലാക്കുന്നു. അതേപോലെ കുട്ടി എന്തെങ്കിലും ഇപ്പൊ ഒരു പാത്രം തട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നീങ്ങുന്നുണ്ട്. അതായത് കുട്ടിയുടെ ഓരോ ആക്ഷൻസും, കുട്ടി കരയുന്നുണ്ടെങ്കിൽ ചുറ്റുള്ള ആളുകളിൽ മാറ്റം വരുന്നുണ്ട് എന്നുള്ളത്, കുട്ടിയുടെ ഓരോ ആക്ഷൻസും അറൌണ്ട് ദ വേൾഡില് മാറ്റം വരുത്തുന്നുണ്ട് എന്നുള്ളത് കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ കുട്ടിക്ക് ഇവിടെ എന്തില്ല? ലാംഗ്വേജ് ഒന്നും ഇല്ല. പക്ഷെ കുട്ടി ഇങ്ങനെ കരയുന്നുണ്ട്. കുട്ടി എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ ചെറിയ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഉമ്മ എന്ന് പറയുന്നുണ്ടാവും. പക്ഷെ അത് ലാംഗ്വേജ് എന്നുള്ള രീതിയിലായിരിക്കില്ല. ഓക്കെ. ഇനി അടുത്ത വരണതാണ് എന്ത്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. നമ്മൾ ആദ്യത്തെ സ്റ്റേജ് പറഞ്ഞു സെൻസറി മോട്ടർ. രണ്ടാമത് വരുന്ന സ്റ്റേജ് ആണ് എന്ത്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാ? കുട്ടി 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ. ഓക്കെ. ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട് പിയാഷെ? വീണ്ടും 2 സ്റ്റേജ് ആക്കി മാറ്റി, 2 പാർട്ടാക്കി മാറ്റിയിട്ടുണ്ട്. അതിന്റെ ഒന്നാമത്തെ പാർട്ടാണ് എന്ത്? പ്രീ കൺസെപ്ച്വൽ തിങ്കിങ്. പ്രീ കൺസെപ്ച്വൽ തിങ്കിങ് ഏത് വയസ്സ് വരെയാ? 2 to 4 വയസ്സ് വരെ. ഓക്കെ. അപ്പൊ മറ്റേതായിരിക്കും? 4 to 7 വയസ്സ് വരെ. ഓക്കെ. 2 to 4 വയസ്സ് വരെ പ്രീ കൺസെപ്ച്വൽ തിങ്കിങ്ങും 4 to 7 വയസ്സ് വരെ ഇൻഡ്യൂറ്റീവ് തിങ്കിങ്ങും ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? പിയാഷത്തിന് മാറ്റിയിട്ടുള്ളത്. അപ്പൊ പ്രീ കൺസെപ്ച്വൽ തിങ്കിങ് എന്താണെന്ന് ആദ്യം നോക്കാം. പ്രീ കൺസെപ്ച്വൽ തിങ്കിങ്ങിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം എന്താണ്? കുട്ടി ലാംഗ്വേജ് ആയിട്ട് പഠിക്കാൻ തുടങ്ങുകയാണ്. ലേണിംഗ് ടു യൂസ് ലാംഗ്വേജ്. ഓക്കെ. ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങുന്നു. അതേപോലെ റെപ്രസെന്റ് ഒബ്ജക്ട് ബൈ ഇമേജസ് ആൻഡ് വേർഡ്സ്. ഓരോ സാധനങ്ങളെ ഇമേജസ് വഴിയും അല്ലെങ്കിൽ ചിത്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ ഓരോ വാക്കുകൾ വഴിയും കുട്ടി എന്ത് ചെയ്യുന്നു? റെപ്രസെന്റ് ചെയ്യാൻ കുട്ടി പഠിക്കാൻ തുടങ്ങുകയാണ്. അപ്പോ ഇവിടെയും കുട്ടിയുടെ തിങ്കിങ് എന്താണ്? ഈഗോ സെൻട്രിക് ആയിരിക്കും. 2 to 4 വയസ്സ് വരെ കുട്ടി കുട്ടിയുടെ വ്യൂവിലല്ലേ പഠിക്കുന്നുണ്ടാവുള്ളൂ, നോക്കുന്നുണ്ടാവുള്ളൂ. അപ്പൊ ആ ഈഗോ സെൻട്രിക് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ ഉണ്ട്. അതാണ് എന്ത്? 3 മൗണ്ടെയിൻസ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 3 മൗണ്ടെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മളുടെ പ്രോബ്ലത്തിലാണ് നമ്മൾ നിർത്തിയത്. 3 മൗണ്ടെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. കുട്ടിയുടെ അടുത്ത് നമ്മള് ഒരു പാവേനെ കയ്യിൽ കൊടുക്കുക. എന്നിട്ട് ആ പാവേനെ നമ്മൾ എന്ത് ചെയ്യും? ആ കുട്ടിയുടെ അപ്പുറത്ത് കുറച്ച് ദൂരെ വെച്ചിട്ട് അതിന്റെ നടുവിലായിട്ട് ഒരു മൗണ്ടെയിൻസിന്റെ ഒരു രൂപം വെക്കുന്നു. കുറച്ച് മലകളും കുന്നുകളൊക്കെ ഉള്ള ഒരു മോഡൽ വെക്കുന്നു. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു മോഡൽ വെക്കുന്നു. അപ്പോ ആ മോഡൽ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? കുട്ടിയുടെ അടുത്ത് ചോദിക്കുകയാണ്. ഈ കുട്ടിയോട് ചോദിക്കും എന്ത്? ഓക്കെ. ഈ കുട്ടിയോട് ചോദിക്കും ഈ പാവ, നമ്മളുടെ പാവ, കുട്ടിയുടെ പാവ എങ്ങനെയാണ്, ഈ പാവ എങ്ങനെയാണ് ഈ മൗണ്ടെയിനുകളെ കാണുന്നത് എന്നുള്ളത്. ഇവിടെ 3 മൗണ്ടെയിൻ ഉണ്ട്. 3 മൗണ്ടെയിൻ. അപ്പോ കുട്ടി എന്താ പറയുകയെന്ന് വെച്ചാൽ കുട്ടി എങ്ങനെയാണോ കാണുന്നത് അതേ രീതിയിലായിരിക്കും പാവയും കാണുന്നുണ്ടാവുക എന്ന രീതിയിലായിരിക്കും മറുപടി പറയുന്നുണ്ടാവുക. ആദ്യം വലിയൊരു മീഡിയം സൈസുള്ള ഒരു മല, പിന്നെ ചെറിയൊരു മല, പിന്നെ വലിയൊരു മല എന്ന് വിചാരിച്ചോ. ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഈ പാവയ്ക്ക് എങ്ങനെ കാണുന്നുണ്ടാവുക? ശരിക്കും വലിയ മല, പിന്നെ ചെറിയ മല, പിന്നെ മീഡിയം സൈസുള്ള മല, അങ്ങനെയല്ലേ വരിക. പക്ഷെ കുട്ടി എന്ത് പറയും? കുട്ടി ഈഗോ സെൻട്രിക് ആയിട്ടല്ലേ തിങ്ക് ചെയ്യുക. അപ്പോ കുട്ടിയുടെ വ്യൂവിലുള്ള കാര്യം മാത്രമേ പറയുന്നുണ്ടാവുള്ളൂ. അതിനാണ് എന്ത് പറയുന്നുണ്ടാവുക? ഈഗോ സെൻട്രിസം. ഓക്കെ. മനസ്സിലായില്ലേ? അതാണ് എന്ത്? ഈഗോ സെൻട്രിസം. ഓക്കെ. ഇനി അപ്പൊ എന്താ ഈഗോ സെൻട്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ചൈൽഡ് സീ എവരിത്തിങ് ദയർ ഓൺ വേ. കുട്ടിയുടെ രീതിയിൽ മാത്രമേ കാണുള്ളൂ. ഇറ്റ് ഈസ് ബിക്കോസ് ദേ ബിലീവ് ആൾ ദ വേൾഡ് ടു തിങ്ക് ലൈക്ക് ദംസെൽഫ്. എന്താണ്? ബാക്കിയുള്ള ലോകങ്ങൾ മൊത്തം ആ കുട്ടി ചിന്തിക്കുന്ന പോലെ തന്നെയാണ് ചിന്തിക്കുന്നതെന്ന് കുട്ടി വിചാരിക്കുന്നു. അതാണ് അതിന്റെ കാരണം. ഓക്കെ. ഇനി ഇവിടെ എന്താ ഉള്ളത്?
ചിൽഡ്രൻസ് ഹാവ് ലോട്ട് ഓഫ് ഫാന്റസീസ്. കുട്ടികൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. കുട്ടികൾ എന്ത് കണ്ടാലും അതിനെക്കുറിച്ച് സംശയം ചോദിച്ചുകൊണ്ടേയിരിക്കും. സംശയം ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂമ്പാറ്റ എന്താ ഇങ്ങനെ, മറ്റേ പൂമ്പാറ്റയ്ക്ക് എന്താ ഇത്ര ചിറക്, തുമ്പി എങ്ങനെയാ പറക്കുന്നത്, തുമ്പി പറക്കുമ്പോൾ ശബ്ദം എങ്ങനെയാ, അങ്ങനെ കുട്ടികൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും ഈ സമയത്ത്. അതേപോലുള്ളൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് അനിമിസം. അനിമിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ സാധനങ്ങൾക്കും ജീവൻ ഉള്ളതാണെന്ന് കുട്ടി വിചാരിക്കും. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ ചെറിയ കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ, പോകുന്ന വഴി ഇപ്പൊ ഒരു പടിയിൽ തട്ടി വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പടിക്ക് 2 അടി കൊടുക്കുന്നു. എന്തിനെ വീഴ്ത്തി ചോദിക്കുന്നു. അല്ലച്ചാൽ ടേബിളിൽ തട്ടി വീണ് കഴിഞ്ഞാൽ ടേബിളിനെ തല്ലാൻ പറയുന്നു. അപ്പൊ കുട്ടിയുടെ വിചാരം എന്താ, ഈ ടേബിളൊക്കെ ഒരു ജീവനുള്ള സാധനമാണ് എന്നുള്ളതാണ്. അപ്പൊ എല്ലാ സാധനങ്ങൾക്കും ജീവൻ ഉണ്ടെന്ന് പറയുന്നതിനാണ് എന്ത് പറയുന്നത്, അനിമിസം എന്നുകൊണ്ട് പറയുന്നത്. ആൾ തിങ്സ് ആർ ലിവിങ് ബീയിങ്സ് എന്ന് കുട്ടി വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഈ പ്രായത്തിലുള്ള ഒന്നാണ് എന്ത്, ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്. ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, കുട്ടിയുടെ വീട്ടില് ഒരു പൂച്ചയുണ്ട്. ആ പൂച്ചയുടെ കളറ് കറുപ്പാണ്. ഉറുപ്പല്ല, കറുപ്പ്. ഓക്കെ. അപ്പോ കുട്ടി എന്താണ് വിചാരിക്കുന്നത് വെച്ചാല്, ലോകത്തുള്ള ഏത് പൂച്ച ഉണ്ടച്ചാലും ആ പൂച്ചയുടെ കളറൊക്കെ എന്തായിരിക്കും, കറുപ്പായിരിക്കും. കുട്ടി അതാണ് വിചാരിക്കുന്നത്. അതാണ് എന്ത്, ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്. കുട്ടിയുടെ അമ്മ അല്ലെങ്കിൽ കുട്ടിയുടെ അച്ഛൻ സംസാരിക്കുന്ന ഭാഷ മലയാളമാണ്. ഓക്കെ. അപ്പൊ കുട്ടി എന്ത് വിചാരിച്ചു, ലോകത്തുള്ള എല്ലാവരുടെയും അച്ഛനും അമ്മമാരും എന്താ പറയുന്നത്, മലയാളം മാത്രമാണ് പറയുന്നതെന്ന് കുട്ടി മനസ്സിലാക്കുകയാണ്. അങ്ങനെയുള്ളതിനാണ് എന്ത് പറയുന്നത്, ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്. മനസ്സിലായില്ലേ എന്താ ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്? ഇതൊക്കെ എന്താണ്, ആ പ്രായത്തിലുള്ള കുട്ടികളുടെ സവിശേഷതകളാണ്. കുട്ടികൾ കുറെ ഫാന്റസീസ് കാണും, കുട്ടികൾ കുറെ സംശയങ്ങൾ ചോദിക്കും. ഇതൊക്കെ എന്താണ്, അവിടുത്തെ ഇമ്പോർട്ടന്റ് ഫാക്ടുകളാണ്. ഇനി അടുത്തത് ഇൻഡ്യൂറ്റീവ് തിങ്കിങ്. അത് ഏത് വയസ്സ് മുതലാ, 4 to 7 വയസ്സ് വരെയാണ് എന്ത് വരുന്നത്, ഇൻഡ്യൂറ്റീവ് തിങ്കിങ് വരുന്നത്. അപ്പൊ അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ എത്തുമ്പോ ഒരു 4 വയസ്സിന് ശേഷമൊക്കെ ആകുമ്പോൾ, ഏകദേശമാണ് പറയുന്നത്, എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല, 4 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും എന്താണ്, സ്റ്റോപ്സ് ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്. കുട്ടി എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞ ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് നിർത്തും. കുട്ടിക്ക് എന്ത് മനസ്സിലായി, എല്ലാ പൂച്ചയുടെയും നിറം കറുപ്പല്ല. പൂച്ചയ്ക്ക് കറുപ്പ് മാത്രമല്ല, ഓറഞ്ച് കളറുള്ള പൂച്ചയുണ്ട്, വെള്ള കളറുള്ള പൂച്ചയുണ്ട്. അതേപോലെ എല്ലാ അമ്മമാരും മലയാളം മാത്രമല്ല സംസാരിക്കുന്നത്, പല ഭാഷകളിൽ സംസാരിക്കുന്ന അമ്മമാരുണ്ട്. കുട്ടികൾക്ക് മെല്ലെ മെല്ലെ മനസ്സിലാവുകയാണ്. ഓക്കെ. അതേപോലെ തന്നെ ഒരു പ്രത്യേകതയാണ് എന്താ, ഇവിടെ സെൻട്രേഷൻ ആണ് ഉണ്ടാവുന്നത് കുട്ടിക്ക്. സെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറയാം. നമ്മള് ചെറുതാവുമ്പോ എല്ലാവരും പറയുന്ന ഒരു എക്സാമ്പിൾ, വളരെ രസകരമായിട്ടുള്ള എക്സാമ്പിൾ ആണ്. ചെറുതാവുമ്പോ എന്ത് ചെയ്തു, അമ്മ ഒരു പായസം ഉണ്ടാക്കി, പിറന്നാളിന് പായസം ഉണ്ടാക്കിയിട്ട്, ഇത് ഞാന്, ഓക്കെ, ഇത് എന്റെ ഏട്ടൻ, വലുതായിക്കോട്ടെ കുറച്ച്, ഓക്കെ. അമ്മ എന്ത് ചെയ്തു, എനിക്ക് ഒരു ഗ്ലാസ്സില് നീളമുള്ളൊരു ഗ്ലാസ്സിൽ തന്നു. ഓക്കെ. നീളമുള്ളൊരു ഗ്ലാസ്സില് അമ്മ എന്ത് ചെയ്തു, ഒരു കയ്യില് പായസം ഒഴിച്ചു. ഓക്കെ, ഒരു കയ്യില് പായസം ഒഴിച്ചു. ഏട്ടൻ എന്ത് ചെയ്തു, ഒരു പ്ലേറ്റില് ഒരു കയ്യില് പായസം ഒഴിച്ചു. 2 പേർക്കും എന്താണ്, ഈക്വൽ അളവിലാണ് ഒഴിച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുകയാണെന്ത്, അമ്മയ്ക്ക് എന്നോടാ സ്നേഹം, കാരണം എനിക്ക് കുറെ പായസം കിട്ടിയെന്ന്. അപ്പൊ ഞാൻ ഈ കുറെ എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്ത് മാത്രമാണ്, ഈ ഹൈറ്റ് കൂടി, ഉയരം കൂടിയപ്പോ എന്ത് ചെയ്തു, അതിൽ പായസം കുറെ കൊള്ളുന്ന ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ ഒറ്റ ഡയമെൻഷൻ, ഞാൻ ഇവിടെ എടുത്ത ഡയമെൻഷൻ എന്താ, ഹൈറ്റ്, പായസത്തിന്റെ ഗ്ലാസിന്റെ ഹൈറ്റിലോട്ട് മാത്രം ഞാൻ എന്ത് ചെയ്തു, ഫോക്കസ് ചെയ്തു. ഓക്കെ. അല്ലെങ്കിൽ ഏട്ടന് കിട്ടിയത് എന്താണ്, ഹൈറ്റ് കുറവാണ്. അപ്പൊ എന്ത് ചെയ്തു, ഹൈറ്റിലോട്ട് മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, സെൻട്രേഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഫോക്കസിങ് ആൾ അറ്റൻഷൻ ടു വൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ വൺ ഡയമെൻഷൻ ഓഫ് എ സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷന്റെ ഒറ്റ ഡയമെൻഷനിലോട്ട് മാത്രം നമ്മൾ ക്യാരക്ടറിസ് പോവുകയാണ്. അത് കണ്ടല്ലോ, ഈ ചിത്രത്തിൽ കണ്ടില്ലേ, രണ്ടും ഈക്വൽ ആണ്. അതേപോലെ തന്നെ ഒരു ഇത് ഗ്ലാസ്സിൽ എടുത്തിട്ടത് നീളമുള്ള ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചപ്പോ ഏതിലാ കൂടുതൽ ഒഴിച്ച, കുട്ടി എന്ത് പറഞ്ഞു, ഈ നീളമുള്ളതിലേക്ക് എന്ന് പറഞ്ഞു. അപ്പൊ എന്തായി, അത് ഉയരം അല്ലെങ്കിൽ നീളം എന്നുള്ള ഒറ്റ കാര്യത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇത് ഫോക്കസ് ചെയ്തു. അതാണ് എന്ത്, സെൻട്രേഷൻ. മനസ്സിലായില്ലേ എന്താ സെൻട്രേഷൻ എന്നുള്ളത്? എളുപ്പമുള്ളതല്ലേ, സെൻട്രേഷൻ എന്നുള്ള കാര്യം മറക്കരുത്. അതേപോലെ 3ാമത് വരുന്ന സ്റ്റേജ് ആണ് അത് എന്ത്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ തിങ്കിങ്. 4 സ്റ്റേജുകൾ എന്ന് പറഞ്ഞാൽ 3ാമത്തെ വരുന്നതാണ് എന്ത്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ തിങ്കിങ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ തിങ്കിങ് ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണ്? 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെ. കുട്ടി 1ാം ക്ലാസ് 2ാം ക്ലാസ് ഒക്കെ എത്തിയതിനു ശേഷമാണ്, 2ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ ശേഷം വരുന്നത്. അപ്പോ ഇവിടെ എന്താ ഉണ്ടാവുന്നത്, പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താ, കുട്ടി ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങി, ലോജിക്കലായിട്ട് ആലോചിക്കാൻ തുടങ്ങി. ഓക്കെ. കുട്ടി ബിഗിൻസ് ആട്ടോ ലോജിക്കലായിട്ട് ആലോചിക്കാൻ തുടങ്ങി. അതേപോലെ
ബിഗിൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ഓഫ് കൺസർവേഷൻ. കൺസർവേഷൻ എന്നുള്ള കാര്യം എന്താന്ന് മനസ്സിലാക്കി. കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞു കുട്ടിക്ക് ഒരു പ്ലേറ്റിൽ കൊടുത്തിട്ടും ഒരു ഗ്ലാസ്സിൽ കൊടുത്തപ്പോൾ എന്ത് പറഞ്ഞു, കുട്ടി ഗ്ലാസ്സിലാണ് കൂടുതലുള്ളതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്ത് പറയാണ്, കുട്ടിക്ക് കൺസർവേഷൻ എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ കുട്ടി രണ്ടിലും ഈക്വൽ അളവിലാണ് കാര്യങ്ങൾ ഉള്ളത്, രണ്ടിലും ഈക്വൽ അളവിലാണ് പായസം ഉള്ളത്. ഏട്ടന് കൊടുത്ത ഗ്ലാസ്സിലും എനിക്ക് തന്ന ഗ്ലാസ്സിലും ഒരേ അളവിലാണ് പായസം ഉള്ളത് കുട്ടി മനസ്സിലാക്കുകയാണ്. അതാണ് എന്ത്, കൺസർവേഷൻ. അതായത് ഒറ്റ ഡയമെൻഷന് പകരം എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും നോക്കിക്കൊണ്ടിരിക്കുക. എമൗണ്ട് ഓഫ് ദ ലിക്വിഡ് ഇൻ ദ ഷോർട്ട് വൈഡ് കപ്പ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഇൻ എ ടാൾ സ്കിന്നി ഗ്ലാസ് എന്ന് പറഞ്ഞ നമുക്ക് എക്സാമ്പിൾ വഴി പറയും. ഓക്കെ, അപ്പൊ ഒറ്റ ഡയമെൻഷനിലൊഴികെ ഒറ്റ ഡയമെൻഷനിലല്ലാതെ എല്ലാ ഡയമെൻഷനിലൂടെയും കുട്ടി തിങ്ക് ചെയ്യാൻ തുടങ്ങുകയാണ് എന്ത്, കൺസർവേഷനിലൂടെ. തിങ്കിങ് ബിക്കം മോർ ലോജിക്കൽ അല്ലേ. ഇവിടെ തന്നെ മനസ്സിലായില്ലേ, കുട്ടിയുടെ തിങ്കിങ് എന്തായി, കൂടുതൽ ലോജിക്കലായി ആൻഡ് ഓർഗനൈസ്ഡ് ആയി, ബട്ട് സ്റ്റിൽ വെരി കോൺക്രീറ്റ്. അതായത് കുട്ടിക്ക് അറിയുന്ന കാര്യങ്ങളിലൂടെ മാത്രമേ കുട്ടിക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കുട്ടിക്ക് കാണാത്ത കുറെ സാധനങ്ങൾ അബ്സ്ട്രാക്ട് ആയിട്ട് കുട്ടിക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? പക്ഷെ എന്ത് ചെയ്യാൻ പറ്റി, ലോജിക്കൽ ആയിട്ടുള്ള തിങ്കിങ് ആണ് അവിടെ ഉണ്ടാകുന്നത്. അതേപോലെയുള്ള കാര്യമാണ് എന്ത്, റിവേഴ്സബിലിറ്റി. കോൺക്രീറ്റ് ഓപ്പറേഷൻ തിങ്കിങ്ങിൽ വരുന്ന ഒരു കാര്യമാണ് എന്ത്, റിവേഴ്സബിലിറ്റി. റിവേഴ്സബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം. ഇപ്പോ കുട്ടിയുടെ കയ്യില് ഞാന് എന്താ, പണ്ട് നമ്മളടുത്ത് അമ്മയൊക്കെ കടയിൽ പോകാൻ വേണ്ടിയിട്ട് പൈസ തന്നു വിടും. അപ്പൊ അമ്മ പറയാണ്, നിന്റെ അടുത്ത് 20 രൂപയുടെ 5 നോട്ടുണ്ട്, അങ്ങനെ 5. ഓക്കെ, അപ്പൊ 20 രൂപയുടെ 5 നോട്ട് ചേർന്ന് കഴിഞ്ഞാൽ നിനക്ക് എന്തായി? ഇപ്പോ കുട്ടിക്ക് എന്ത് മനസ്സിലായി, എന്റെ കയ്യില് 100 രൂപ ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി വേറൊരു സിറ്റുവേഷൻ പറയണം. കുട്ടി കടയിൽ കൊണ്ടുപോയിട്ട് 100 രൂപ കൊടുത്തിട്ട് ഇതിന് ചില്ലറ വേണമെന്ന് പറയാ വിചാരിച്ചോ. അപ്പൊ കടക്കാരന് എത്ര തരണം? കുട്ടിക്ക് 5 20 രൂപയുടെ നോട്ട് തിരിച്ചു തരണം അല്ലേ. അപ്പൊ ഈ 20 എണ്ണം 5 ചേർന്ന് 20 5 ചേർന്ന് കഴിഞ്ഞാൽ 100 ആകുന്നു എന്ന് മനസ്സിലായ പോലെ തന്നെ ഒരു 100-നെ 20 5 20 രൂപ നോട്ടുകളാക്കിയിട്ട് തിരിച്ചാക്കാന്ന് മനസ്സിലായി. അപ്പൊ ഈ സംഭവമാണ് എന്ത്, റിവേഴ്സബിലിറ്റി. ഒരു സാധനം എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാക്കുന്നത്, റിവേഴ്സ് ആക്ഷൻ. ഒരു സംഭവം നടന്നതിന്റെ റിവേഴ്സ് ആക്ഷൻ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എന്ത്, റിവേഴ്സബിലിറ്റി. അതേപോലെ സീരിയേഷൻ. സീരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ടു സോർട്ട് ഒബ്ജക്ട്സ് അക്കോർഡിംഗ് ടു ദെയർ സൈസ്. അതായത് ഒരു സാധനത്തിന്റെ, ഒരു വസ്തുവിന്റെ സൈസിലോ ഷേപ്പിലോ കളറിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡയമെൻഷനിലോ അതിനെ ഓർഡർ ആക്കി വെക്കാൻ കുട്ടികൾ പഠിക്കുകയാണ് എന്നുള്ളതിനെ അതിനെന്ത് പറയും, സീരിയേഷൻ എന്ന് പറയും. ഇപ്പോ നമ്മളുടെ ഈ ഇങ്ങനെ സംഭവം കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഇപ്പോൾ പണ്ട് നമ്മളുടെ ഉബുണ്ടുവിലൊക്കെ ഒരു ഗെയിം ഉണ്ടായിരുന്നല്ലോ, ഇതിനെ ഇങ്ങോട്ടാക്കി കൊണ്ട് വെക്കണം എന്നുള്ളത്. അപ്പൊ ഈ ഗെയിമിൽ എന്ത് മനസ്സിലായി, നമ്മൾ കുട്ടികളെ ഈ സാധനത്തിനെ ഇതേ ഓർഡറിൽ ഹയറാർക്കിയിൽ ഇവിടേക്ക് എത്തിക്കും. അപ്പൊ എന്താ, ഏറ്റവും വലുത്, പിന്നെ കുറച്ചും കൂടി ചെറുത്, പിന്നെ കുറച്ചും കൂടി ചെറുത്. അപ്പൊ ഈ ഒരു ഓർഡർ കുട്ടിക്ക് മനസ്സിലായി, അതിന്റെ സൈസിന്റെ ഓർഡർ കുട്ടിക്ക് മനസ്സിലായി അല്ലേ. അവിടെ എന്താ ഉണ്ടായത്, സീരിയേഷൻ ഉണ്ടായത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഡൊമിനോസ് പോലെ ഉണ്ടാവില്ലേ, ഇങ്ങനെ 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 വലുതായി വലുതായിട്ട് ഇത് തട്ടിയിടുമ്പോൾ ഇതെല്ലാം വീണ് വീണ് വീണ്. അപ്പൊ ഇവിടെ എന്താ കുട്ടി ഓർഡറിൽ വെക്കുന്നത്, ഡൊമിനോസിലൊക്കെ സീരിയേഷനിൽ സൈസ് നോക്കിയിട്ടാണ്, ഉയരം നോക്കിയിട്ട് ഹൈറ്റ് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് സീരിയേഷൻ കുട്ടി അപ്ലൈ ചെയ്യുന്നത്. അതാണ് എന്ത്, സീരിയേഷൻ. ഓക്കെ, സീരിയേഷൻ എന്താണെന്ന് മനസ്സിലായില്ലേ. അതൊക്കെ ഏതിലാ വരുന്നത്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ തിങ്കിങ്. മൂന്നാമത്തെ സ്റ്റേജ് ആണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ തിങ്കിങ്. ഓക്കെ, ഇതാണ്. ഇവിടെ നോക്കൂ, നേരത്തെ പറഞ്ഞ പോലെ ഒരേ ക്ലാസ്സിലുള്ളതാണ്, പക്ഷെ രണ്ട് ഡിഫറൻറ്റില്. ഇനി അതേപോലെ ഈ ചെക്കേഴ്സിന്റെ സാധനങ്ങൾ, ചെസ്സിന്റെ സാധനങ്ങൾ ഈക്വൽ ആയിട്ട് വെച്ചപ്പോ എന്ത് പറഞ്ഞു, രണ്ടും ഒരേ അളവാണെന്ന് പറഞ്ഞു. പക്ഷെ മുകളിലുള്ള നിലയില് ഒന്നും കൂടി ഗ്യാപ്പ് ഇട്ട് വെച്ചപ്പോ എന്ത് വിചാരിച്ചു കുട്ടി, ആദ്യത്തതില് എന്താ വിചാരിച്ച, ആദ്യം വിചാരിച്ച എന്താണ്, ഇതിലാണ് കൂടുതൽ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ, മുകളിലത്തെ നിലയിലാണ് കൂടുതൽ വിചാരിച്ചു. പിന്നെന്തായി, കൺസർവേഷൻ കുട്ടിക്ക് കിട്ടിയതിനു ശേഷം എന്ത് മനസ്സിലായി, കൺസർവേഷനുള്ള എബിലിറ്റി കുട്ടിയിൽ എത്തിയതിനു ശേഷം എന്ത് മനസ്സിലായി, രണ്ടിലും ഈക്വൽ ആണ്. 6 എണ്ണമാണ് ഇവിടെയും 6 എണ്ണമാണ് താഴത്തുള്ളത് മനസ്സിലായി. അതേപോലെ തന്നെ രണ്ട് ക്ലേന്റെ കഷ്ണങ്ങൾ ഒരേപോലെ വെച്ചപ്പോ കുട്ടിക്ക് എന്ത് മനസ്സിലായി, ഈക്വൽ ആണ്. പ്രത്യേകം എന്ത് മനസ്സിലായി, ഈക്വൽ അല്ല എന്ന് മനസ്സിലാവുന്നു. മനസ്സിലായില്ലേ. അങ്ങനത്തെ കാര്യങ്ങളാണ് എന്ത് വരുന്നത്, ഇല്ല വരുന്നത്. ഇനി 4ാമത്തെ സ്റ്റേജും ഫൈനൽ സ്റ്റേജും ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 വയസ്സോ അതിനേക്കാൾ ഉയരത്തിലുള്ള ഏത് വയസ്സാണ്, സോറി 12, അതേപോലെ നമ്മൾ ഇപ്പോൾ ഉള്ള വയസ്സുകളൊക്കെ, അതിലാണ് എന്ത് വരുന്നത്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ കുട്ടി പഠിക്കുന്നത്. അവിടെ എന്തുണ്ടാവുന്നത്, ബിഗിൻസ് ടു തിങ്ക് അബ്സ്ട്രാക്ട്ലി. ഓക്കെ, അബ്സ്ട്രാക്ട് തിങ്കിങ് ആണ് ഇവിടെ കുട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞിടത്ത് എന്തായിരുന്നു, ലോജിക്കൽ തിങ്കിങ് ആയിരുന്നു. ഇവിടെ എന്തായി, അബ്സ്ട്രാക്ട് ആയിട്ടാ. കുട്ടി കാണുന്നില്ല, പക്ഷെ അബ്സ്ട്രാക്ട് ആയിട്ട് കുട്ടിക്ക് തിങ്ക് ചെയ്യാം, ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ട്.
ഹൈപ്പോത്തറ്റിക്കൽ പ്രോബ്ലംസ് എന്താ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതായത് റിയൽ അല്ലാതെ ഇത് ഇമാജിനറി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇമാജിനറി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ തിങ്ക് ചെയ്യാൻ പറയാൻ പറ്റും. അതേപോലെ മോറൽ, ഫിലോസഫിക്കൽ, എത്തിക്കൽ, സോഷ്യൽ, പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ കുറിച്ച് കുട്ടി തിങ്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഓക്കെ, മോറൽ വാല്യൂസ് വരുന്നതും എത്തിക്കൽ വാല്യൂസ് വരുന്നതും സോഷ്യൽ വാല്യൂസ് വരുന്നതും ഒക്കെ പൊളിറ്റിക്കൽ ഇൻഫോർമേഷൻസ് കുട്ടിക്ക് കിട്ടുന്നതൊക്കെ എന്താണ്, ഈ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് മുതലാണ്. പിന്നെന്താണ് വരുന്നത്, ബിഗിൻസ് ടു യൂസ് ഡിഡക്റ്റീവ് ലോജിക്. ഡിഡക്റ്റീവ് ലോജിക് എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ. എന്തായിരുന്നു ഡിഡക്റ്റീവ് ലോജിക്? അതായത് വലിയൊരു സാധനത്തിൽ നിന്ന് ചെറുതിലോട്ട് പോകുന്നു. അതായത് വലിയൊരു റൂൾ എടുത്തിട്ട് അതിനെ കഷ്ണാക്കിയിട്ട് മാറ്റുന്നു. അതാണ് എന്താ ഡിഡക്റ്റീവ്, അല്ലെ? എക്സാമ്പിൾ ടു റൂൾ ടു എക്സാമ്പിൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഡിഡക്റ്റീവിനെ. നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ വിളിച്ച ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്നൊക്കെ വേണമെച്ചാൽ പറയാം. ടോപ്പ് ഡൗൺ അപ്രോച്ച്. ഇതാണ് എന്ത്, ഹൈപ്പോത്തറ്റിക്കോ ഡിഡക്റ്റീവ്. നമ്മൾ ഈ റിസർച്ച് പേപ്പറുകളിലൊക്കെ കാണുന്നുണ്ടാവും. ചില റിസർച്ച് പേപ്പറുകൾ ഹൈപ്പോത്തറ്റിക്കോ ഡിഡക്റ്റീവ് ആയിരിക്കും, ചിലത് ഹൈപ്പോത്തറ്റിക്കോ ഇൻഡക്റ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എത്തുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ഇവിടെ എന്തായാലും ടോപ്പ് ഡൗൺ അപ്രോച്ച്, അതായത് വലിയൊരു കാര്യത്തിൽ നിന്നും ചെറിയ ചെറിയ കോൺക്രീറ്റിലോട്ട്, അതായത് വലിയൊരു റൂളിൽ നിന്നും എക്സാമ്പിളുകളിലോട്ടാണ് എന്ത് പറയുന്നത് കുട്ടി പോകുന്നത്. ഓക്കെ, ഇനി ഇവിടെ മെറ്റാ കോഗ്നിഷൻ ഉണ്ടാകുന്നുണ്ട്. മെറ്റാ കോഗ്നിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം എങ്ങനെ വന്നു, അതായത് അതെങ്ങനെയാണ് എങ്ങനെ നടന്നു എന്ന് മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാണ്, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ളത് മാത്രം പറഞ്ഞു. പക്ഷെ അത് മാത്രം പറഞ്ഞാൽ പോരാ, അതിന്റെ മുന്നിലുള്ള കാര്യങ്ങൾ എങ്ങനെ വന്നു, എങ്ങനെ സ്വാതന്ത്ര്യം കിട്ടി എന്ന് മനസ്സിലാക്കുക. അതായത് 1905 ബംഗാൾ വിഭജനം ഉണ്ടായി, അല്ലെങ്കിൽ അത് എങ്ങനെ നടന്നു എന്നുള്ളത് എന്ത് ചെയ്യുക, കുട്ടി മനസ്സിലാക്കാൻ നോക്കുകയാണ്. അവിടെയാണ് എന്ത് മെറ്റാ കോഗ്നിഷൻ എന്നുള്ള കാര്യം തുടങ്ങുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ. ഇതാണ് എന്ത് നമ്മളുടെ പിയാഷയുടെ തിയറി, പിയാഷയുടെ തിയറി, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി. ഇനി നമ്മൾ അടുത്തത് പോകാനാണ്. പിയാഷെ കഴിഞ്ഞിട്ട് അടുത്ത ആള് വരുന്നത് ഏതാ, നമ്മളുടെ ജെറോം ബ്രൂണർ. ജെറോം ബ്രൂണറും ഇതേപോലെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇപ്പൊ ജെറോം ബ്രൂണർ ജനിച്ച സമയത്ത്, ഇതാണ് കേട്ടോ അദ്ദേഹം ജനിച്ച സമയത്ത് അദ്ദേഹത്തിന് കാഴ്ച ഉണ്ടായിരുന്നില്ല. ഒരു 2 വയസ്സ് വരെ ജെറോം ബ്രൂണർക്ക് കാഴ്ച ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. 2 വയസ്സ് വരെ കഴിഞ്ഞു. കാരണം അതൊരു കാറ്ററാക്ടസ് എന്ന് പറഞ്ഞിട്ടൊരു രോഗമുണ്ട്. കാറ്ററാക്ടസ് സ്പെല്ലിങ് കാറ്ററാക്ട്സ് എന്ന് പറഞ്ഞൊരു രോഗം ബാധിച്ചിട്ട് അദ്ദേഹത്തിന് 2 വയസ്സ് വരെ കാഴ്ച ഉണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹത്തിന് കാഴ്ച റീഗെയിൻ ചെയ്ത് കിട്ടി. അതിനുശേഷമാണ് അദ്ദേഹം പഠിക്കാനൊക്കെ തുടങ്ങിയത്. അദ്ദേഹം ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. ജെറോം ബ്രൂണർ നമ്മളൊക്കെ മുന്നേ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സുകളിൽ. എന്താണ് കോയിൻഡ് ദ ടേം, സ്കഫോൾഡിങ്. സ്കഫോൾഡിങ് എന്നുള്ള ടേം കോയിൻ ചെയ്തതാണ് ആര്, ജെറോം സെയ്മോർ ബ്രൂണർ. ഓക്കെ, അദ്ദേഹം കോയിൻ ചെയ്തു. പക്ഷെ ഇതിന്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ ആശയം തുടങ്ങി വെച്ചത് വൈഗോട്സ്കി കേട്ടോ. പറയുന്നുണ്ട് വൈഗോട്സ്കിനെ കുറിച്ചിട്ട്, എന്നാലും അറിഞ്ഞു വെക്കുക, ലേ വൈഗോട്സ്കി. ഓക്കെ, കൺസെപ്റ്റ് ലേ വൈഗോട്സ്കിയുടെ ആണ് വെച്ചാലും ഈ ടേം കോയിൻ ചെയ്തത് ആരാണ്, ബ്രൂണർ ആണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ബുക്കാണ് എന്ത്, പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ, എ സ്റ്റഡി ഓഫ് തിങ്കിങ് ഇൻ സെർച്ച് ഓഫ് മൈൻഡ്, സ്റ്റഡി ഇൻ ദ സ്റ്റഡീസ് ഇൻ കോഗ്നിറ്റീവ് ഗ്രോത്ത്, ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ. ഇതൊക്കെ എന്താണ്, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ്. ഡൗട്ടില്ലല്ലോ, ഇതെല്ലാം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ്. ഇതാട്ടോ അദ്ദേഹം, നല്ല ചെറുപ്പക്കാരൻ അല്ലെ. ഇനി ബ്രൂണർ എന്താ പറഞ്ഞു, ബ്രൂണർ ഡിസ്ക്രൈബ്സ് ദ ഡെവലപ്മെന്റ് ഓഫ് സ്റ്റേജ് ഇൻ ടേംസ് ഓഫ് നേച്ചർ. ഡെവലപ്മെന്റ് ഓഫ് സ്റ്റേജസ് ഇൻ ടേംസ് ഓഫ് നേച്ചർ ഓഫ് ദ എക്സ്പീരിയൻസ് യൂസ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ടു ഫോം കൺസെപ്റ്റ്. അതായത് ഒരു കുട്ടി പഠിക്കുന്നത് എങ്ങനെയാണ്, അവന്റെ എക്സ്പീരിയൻസുകളിൽ നിന്നുമാണ്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് യൂസ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ടു ഫോം കൺസെപ്റ്റ്. അവന്റെ കൺസെപ്റ്റ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്, അവൻ ഉണ്ടാവുന്ന എക്സ്പീരിയൻസുകളിലൂടെയാണ്, എക്സ്പീരിയൻസിന്റെ നേച്ചറിലൂടെയാണ് അവൻ പഠനത്തിന്റെ ഓരോ സ്റ്റേജും ഡെവലപ്മെന്റ് ചെയ്തു പോകുന്നതാണ് ആര് പറഞ്ഞത്, നമ്മളുടെ ബ്രൂണർ പറഞ്ഞത്. ഇപ്പൊ ബ്രൂണർ സജസ്റ്റ് ദാറ്റ് എ ലേണർ ഇവൻ ദാറ്റ് വെരി യങ്, അതായത് പഠിപ്പിക്കേണ്ട രീതിയിൽ അല്ലച്ചാൽ അവന് മനസ്സിലാവുന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഏത് പ്രായത്തിലുള്ള ഒരാൾക്ക് വേണമെച്ചാലും നമുക്ക് ഏത് വിഷയം വേണമെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാനാകുന്നതാണ് ബ്രൂണർ പറഞ്ഞിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള മെറ്റീരിയലും അതിനനുസരിച്ചിട്ടുള്ള ഓർഗനൈസ്ഡ് വേ കൂടി ചെയ്ത് കഴിഞ്ഞാൽ അവന് മനസ്സിലാകും. ബ്രൂണറുടെ വേല് നമുക്ക് വേണമെങ്കിൽ ഒരു 1ാം ക്ലാസ് കുട്ടിക്ക് വരെ എന്ത് ചെയ്യാം, നമുക്ക് ക്വാണ്ടം ഫിസിക്സ് പഠിപ്പിച്ചു കൊടുക്കാനാണ്. ബ്രൂണർ സജസ്റ്റ് ദാറ്റ് എ ലേണർ even of a very young age is capable of learning any material, okay, any material so long as the instruction is organized appropriately.
അപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ഏത് സാധനം വേണിച്ചാലും ഏതൊരു കുട്ടിക്ക് വേണിച്ചാലും പഠിപ്പിച്ചു കൊടുക്കാന്നാണ് പറഞ്ഞത്. അദ്ദേഹം എന്ത് ചെയ്തു? അതിനെ 3 മോഡ്സ് ആയിട്ട് അദ്ദേഹത്തിന്റെ തിയറിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ 3 മോഡ്? ഒന്നാമത്തെ മോഡ് വരുന്നതാണ് എന്ത്? ഇനാക്റ്റീവ് റെപ്രസെന്റേഷൻ. ഇനാക്റ്റീവ് റെപ്രസെന്റേഷൻ ഓക്കെ, അതെന്താണ്? ഒരു ആക്ഷൻ ബേസ്ഡ് ആയിട്ട് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെയാ, സൈക്കോ മോട്ടർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാ, സെൻസറി മോട്ടർ എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ആദ്യത്തത് വരുന്നത് എന്താണ്? എപ്പോഴും ഒരു ആക്ഷൻ ബേസ്ഡ് ആയിരിക്കും. രണ്ടാമത് എന്താണ്? ഐക്കോണിക് റെപ്രസെന്റേഷൻ. ഐക്കൺ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്താ വരുന്നത്? ഒരു ഐക്കൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇമേജ് അല്ലേ? ഒരു ഇമേജ് ബേസ്ഡ് ആയിരിക്കും എന്ത്? രണ്ടാമത്തെ ഐക്കോണിക് റെപ്രസെന്റേഷൻ. മൂന്നാമത്തെ എന്താ? സിംബോളിക് റെപ്രസെന്റേഷൻ. സിംബലുകൾ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന, അലച്ചാൽ സിംബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ നമ്മൾ ആ ഈ ഒക്കെ ഉദ്ദേശിക്കുന്നത് എന്താ? ഓരോ സിംബലുകളല്ലേ? ഓരോ സിംബൽ തന്നെയല്ലേ ഈ ഫൈയും ഗാമയും തീറ്റയും ഒക്കെ എന്താണ്? ഓരോ സിംബലുകളാണ്. അപ്പോ ലാംഗ്വേജ് ബേസ്ഡ് റെപ്രസെന്റേഷൻ കൂടി മുമ്പിൽ പറഞ്ഞിട്ടുണ്ടാവും ജെറോം ബ്രൂണർ. അപ്പോ ആദ്യത്തത് എന്താ? ഇനാക്റ്റീവ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വയസ്സ് വരെയാ? 0 വയസ്സ് മുതൽ 1 വയസ്സ് വരെയാണ് എന്ത് വരുന്നത്? ഇനാക്റ്റീവ് മോഡ് വരുന്നത് അല്ലെ? അതായത് കുട്ടി ജനിച്ച മുതല് കുട്ടിക്ക് 1 വയസ്സ് വരെ ആവുന്നത്. ഓക്കെ, 1 വയസ്സ് വരെ ആവുന്ന സമയത്ത് എന്തൊക്കെയാ നടക്കുന്നത്? നോളേജ് ഈസ് സ്റ്റോർഡ് പ്രൈമറിലി ഇൻ ദ ഫോം ഓഫ് മോട്ടോർ റെസ്പോൺസസ്. നമ്മളുടെ ചലനങ്ങളിലൂടെയാണ് നോളേജ് ആദ്യം തന്നെ സ്റ്റോർ ആവുന്നതാണ് എന്ത് പറയുന്നത്? ജെറോം ബ്രൂണർ പറയുന്നത്. നോക്കൂ, the knowledge is stored primarily in the form of motor responses. അടുത്തെന്താ? എൻകോഡിംഗ് ഫിസിക്കൽ ആക്ഷൻ ബേസ്ഡ് ഇൻഫർമേഷൻ. എങ്ങനെയാ? ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ആക്ഷൻ ബേസ്ഡ് ഇൻഫർമേഷൻ ആണ് കുട്ടികളിൽ ഉണ്ടാവുന്നത്. പക്ഷെ ഇതെന്താണ്? കുട്ടികളിലോട് മാത്രമല്ല, ഈ 1 വയസ്സിൽ തീരുന്നു എന്നല്ല പറയുന്നത്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ചെയ്ത് പഠിക്കുന്നതൊക്കെ എന്താണ്? ഇപ്പോഴും നമ്മൾ നോക്കുന്നത് ഒരു സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നത്, അതെന്താ? നമ്മൾ ചെയ്തിട്ടാ പഠിക്കുന്നത്. എഴുതാൻ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടാ പഠിക്കുന്നത്. ഓക്കെ, അതൊക്കെയാണ് എന്തിൽ വരുന്നത്? ഒരു ഫിസിക്കൽ ആക്ഷനിലൂടെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് എന്ത്? ഇനാക്റ്റീവ് മോഡിൽ വരുന്നത്. ശരിക്കും അത് കുട്ടികളിൽ മാത്രം ഒതുങ്ങിക്കൂടിയതല്ല, അഡൾട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഇത് ഉപയോഗിക്കുന്നതാണ് അല്ലേ? അപ്പോ ബ്രൂണർ എപ്പോഴും സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞ 2 കാര്യങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാ? സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ. ബ്രൂണറുടെ കൺസെപ്റ്റില് സെൻസേഷനും പെർസെപ്ഷനും എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് പറയാം ശരീരം മാത്രം അല്ലെങ്കിൽ മനസ്സ് മാത്രം എന്ന് പറയാം. മനസ്സ് മാത്രം. ഇവിടെ എന്താ? മനസ്സും ശരീരവും അങ്ങനെ മനസ്സിലാ പറയാം. ഓക്കെ, ഇത് പറയാൻ കാരണം ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുകയാണ്, നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഒരു ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്നത് ആലോചിക്കുക. അപ്പൊ നിങ്ങൾ എന്താണ്? ടീച്ചർ ഇപ്പൊ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നുണ്ട്, പക്ഷെ ടീച്ചർ പറഞ്ഞ അതിലത്തെ ഏതെങ്കിലും ഒരൊറ്റ കാര്യം, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു കുട്ടിയുടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തലേ ദിവസം സ്കൂളിൽ നടന്ന എന്തെങ്കിലും ഒരു കാര്യമോ ടീച്ചർ പറയുന്നുണ്ട്, അതെന്ത് ചെയ്യും? നിങ്ങളുടെ മൈൻഡിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നോളജിൽ കയറും, നിങ്ങളുടെ നോളജ് ലെവലിലോട്ട് അത് കയറും. പക്ഷെ ബാക്കി പറയുന്ന കാര്യങ്ങൾ എന്താണ്? അതൊന്നും കയറില്ല. അപ്പൊ ഈ മനസ്സും ശരീരവും ഒരുമിച്ചുണ്ടാവുന്ന സമയത്താണ് എന്തുണ്ടാവുന്നത്? അതുണ്ടാവുന്നത്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ നിങ്ങളൊരു യാത്ര പോവാണ്. ആ യാത്ര പോകുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതി നടക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹിച്ചു കഴിഞ്ഞ ഏതെങ്കിലും ഒരാളെ കണ്ടു പോകുന്ന വഴിക്ക്, ആ പോകുന്ന വഴിക്കുള്ള ആ ഒരു ഇൻസിഡന്റ് മാത്രം നിങ്ങൾ ഒരിക്കലും മറക്കില്ല. അവിടെ എന്താ ഉണ്ടാവുന്നത്? പെർസെപ്ഷൻ ഉണ്ടാവുന്നത്. എന്നാൽ യാത്രയിൽ ബാക്കി ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അത്ര ആലോചിക്കുന്നില്ല. അവിടെ എന്താ ഉണ്ടാവുന്നത്? സെൻസേഷൻ ഉണ്ടാവുന്നത്. അതാണ് എന്തൊരു സെൻസേഷനും പെർസെപ്ഷനും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ജെറോം ബ്രൂണർ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യം. ഇനി ഐക്കോണിക് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വയസ്സ് മുതൽ 6 വയസ്സ് വരെ. അതെന്താണ് അവിടെ ഉണ്ടാവുന്നത്? സെൻസറി ഇമേജസിലൂടെ, ചിത്രങ്ങളിലൂടെ അല്ലെങ്കിൽ 2D ചിത്രങ്ങളിലൂടെ ഒക്കെ. അല്ലെങ്കിൽ ആനയെ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് നമ്മൾ എന്ത് പറയുന്നത്? ആനയാണെന്ന് പറയുന്നു. പൂച്ചയെ കാണിച്ചിട്ട് പൂച്ചയാണെന്ന് പറയുന്നു. അതൊക്കെ എന്താണ് ഇവിടെ? ഒരു സെൻസറി ഇമേജസിലൂടെ, ഡയഗ്രാംസ്, ഇല്ലുസ്ട്രേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടിയെ പഠിപ്പിക്കാൻ നോക്കുന്നതാണ് എന്ത്? അല്ലെങ്കിൽ കുട്ടി പഠിക്കാൻ നോക്കുന്നതാണ് എന്ത്? ഐക്കോണിക് മോഡ്. ഇനി മൂന്നാമത് വരുന്നതാണ് എന്ത്? സിംബോളിക് മോഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 7 വയസ്സ് മുതൽ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതെന്താ? 7 വയസ്സ് മുതൽ പറഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് ആയിട്ടല്ലേ ഉണ്ടാകുന്നത്. അപ്പൊ എന്താ അവിടെ പറയുന്നത്? നോളേജ് ഈസ് സ്റ്റോർഡ് പ്രൈമറിലി ആസ് ലാംഗ്വേജ്. ഒരു ലാംഗ്വേജ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നോളേജ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, എന്താണ്? മാത്തമാറ്റിക്കൽ സിംബൽസ് അല്ലെങ്കിൽ ലാംഗ്വേജ്, മാത്തമാറ്റിക്കൽ സിംബൽസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിംബൽ സിസ്റ്റം, ഇതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? നോളേജ് സേവ് ആവുന്നത്, സ്റ്റോർ ആവുന്നത്.
അപ്പോ എന്താ ഒരു എക്സാമ്പിൾ പറയാം? നമ്മളുടെ ഭാഷ തന്നെയാണ് ഒരു എക്സാമ്പിൾ. നമ്മൾ ആ ഇ എന്ന് പറയുന്നതോ അല്ല ആന ചേന എന്ന് പറയുന്നതോ ഒക്കെ എഴുതുന്നത് എന്താണ്? ഒരു സിംബൽസിലൂടെയാണ്. ആ എന്നൊരു സിംബല്, ആ എന്നുള്ളൊരു സിംബല്, ആന എന്നൊരു സിംബലായി. ഇതെന്തായി? തീറ്റ എന്നുള്ളൊരു സിംബലായി അല്ലെ? അപ്പൊ ഈ സിംബിൾസ് ഒക്കെ ഉപയോഗിക്കുന്നുള്ള ഒരു ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെന്താ? ഈ സിംബിൾസിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? എനിക്ക് സിംബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. സിംബിൾസിനെ ഒറ്റ അർത്ഥം മാത്രമായിട്ടല്ല കൊടുക്കുന്നത് ഞാൻ. ഈ ആന എന്നുള്ള ആ ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ മാത്രം ഉപയോഗിക്കാൻ പാടുന്നില്ല. ആനയ്ക്കും ഉപയോഗിക്കാം, ആമയ്ക്കും ഉപയോഗിക്കാം അല്ലേ? അല്ലെങ്കിൽ വേണ്ട, സിംബിൾസിന്റെ അർത്ഥം നമുക്ക് വേണമെച്ചാൽ വേറെ മാറ്റി എഴുതാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാല് ഇംഗ്ലീഷ് ലെറ്റർ കെ എന്നുള്ളത് എടുത്തു വിചാരിച്ചോ. നമ്മൾ ഫിസിക്സിലോട്ട് പോവാന്ന് വെച്ചാൽ കെ എന്നുള്ളത് എന്താണ്? ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ കുളംസ് കോൺസ്റ്റന്റ് ആ. കുളംസ് ലോല് പോകുമ്പോ അല്ലേ? ഇവിടെ എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ പോകുമ്പോ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലോട്ട് പോകുമ്പോൾ എന്തായി? ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആയി മാറി. അല്ലെങ്കിൽ എന്താണ്? നമ്മളുടെ ഹുക്സ് ലോ പറയുമ്പോ ഹുക്സ് ലോല് പറയുന്നില്ലേ? അപ്പൊ എന്താണ്? കെ എന്തായി? അപ്പോ അവിടെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആയി. ഫിസിക്സ് പഠിച്ചവർക്ക് അറിയാണ്ടാവും നമ്മള് പ്ലസ് ടുവിലൊക്കെ. അപ്പൊ എന്തായത്? സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആയി. അപ്പൊ കെ എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്തു? ഒന്നിലധികം വാല്യൂസ് കൊടുക്കാൻ പറ്റി അല്ലെ? അപ്പൊ എന്താണ്? ഈ ഐക്കൺസ് ഒക്കെ എന്താണ്? ഒരു ആർബിറ്ററി ആയിട്ടാണ് വർക്ക് ആവുന്നത്. ഒന്നില് ഒതുങ്ങി നിൽക്കുന്നതല്ല, ഒരർത്ഥത്തിൽ ഒതുങ്ങി നിൽക്കാതെ നമുക്ക് ഒന്നിലധികം അർത്ഥത്തിനെ ഇന്റർപ്രിറ്റ് ചെയ്യാൻ ഈ സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. ഇനി എംഫസൈസ് ഓൺ ദ കൺസെപ്റ്റ് ഫോർമേഷൻ ദാൻ ഗാദറിംഗ് ദ ഇൻഫോർമേഷൻ ഓർ ഫാക്ട്സ്. അപ്പൊ എന്താ അവിടെ ഉണ്ടാവുന്നത്? ബ്രൂണർ എന്താ ഉദ്ദേശിച്ചത്? എംഫസൈസ് ഓൺ ദ കൺസെപ്റ്റ് ഫോർമേഷൻ, അതായത് ലേണിംഗ് എന്നുള്ളത് ഒരു സാധനം പഠിക്കുക എന്നുള്ളത് എന്താണ്? ഒരു പ്രോസസ് ഓറിയന്റഡ് ആണ്. പ്രോസസ് ഓറിയന്റഡ് ആണ്, അല്ലാതെ ഒരു പ്രൊഡക്റ്റ് ഓറിയന്റഡ് അല്ല. ഒരു ഫാക്ട് മാത്രം കാണാപ്പാഠം പഠിക്കുക എന്നുള്ളത് എന്താണ്? ഒരു പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആണ്. നമ്മൾ ഈ പരീക്ഷകൾക്കൊക്കെ പഠിക്കുന്നില്ല, എന്താണ് സാധനം എന്ന് മനസ്സിലാവേണ്ട പഠിക്കുന്നത്? അതൊക്കെ എന്താണ്? ഫാക്ടുകൾ മാത്രം പഠിക്കുന്നത് പ്രൊഡക്റ്റ് ഓറിയന്റഡും, എന്നാൽ അത് വന്ന വഴികൾ, അത് എങ്ങനെ ഫോം ചെയ്തു എന്നുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് എന്താണ്? കൺസെപ്റ്റ് ഫോർമേഷൻ അഥവാ പ്രോസസ് ഓറിയന്റഡ് ആണ്. അങ്ങനെ പ്രോസസ് ഓറിയന്റഡിലൂടെ പഠിക്കുന്നതാണ് വേണ്ടത് എന്നാണ് ബ്രൂണർ പറഞ്ഞത്. അതെന്താണ് അതിന്റെ അർത്ഥം? ഡിസ്കവറി ലേണിംഗ്. കുട്ടികള് ഏറ്റവും കൂടുതൽ ആലോചിച്ച് വെക്കുന്നത് അവരൊരു കാര്യം ഡിസ്കവറി ചെയ്ത് പഠിക്കുമ്പോഴാണ്. ഇവിടെ എന്തായിരിക്കും? കുട്ടിയുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ അല്ലേ ഉണ്ടാവുന്നത്? ഒരു ആക്റ്റീവ് ലേണിംഗ് അല്ലേ ഇവിടെ നടക്കുന്നത്? ആക്റ്റീവ് ലേണിംഗ് നടക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്രിട്ടിക്കൽ തിങ്കിങ് കൂടുതൽ കുട്ടികളിൽ ഉണ്ടാവും. ഇപ്പോ ബ്രൂണറാണ് എന്ത് ചെയ്ത് പറഞ്ഞത്? ഒരു സ്പൈറൽ കരിക്കുലത്തിന്റെ, അല്ലെങ്കിൽ എന്ത് പറയാം, നമുക്ക് അതിനെ ചാക്രിക പാഠ്യ പദ്ധതി എന്നൊക്കെ വേണമെച്ചാൽ പറയാം. ചാക്രിക പാഠ്യപദ്ധതി, ചാക്രിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈറൽ. ചാക്രിക പാഠ്യപദ്ധതി ഡെവലപ്പ് ചെയ്തത് ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കുറെ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു, ബ്രൂണറാണ്. അതെന്താണെന്ന് I+1 മെത്തേഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ? ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വലിയ വലിയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിച്ചു പോകുന്നു. ഈച്ച് സബ്ജക്ട് ഓർ സ്കിൽ ഏരിയ ഈസ് റീവിസിറ്റഡ്. വീണ്ടും റീവിസിറ്റ് ചെയ്യുന്നു. ഈ റീവിസിറ്റഡ് ആണ് ഇവിടെ ഇമ്പോർട്ടന്റ്. അറ്റ് ഇന്റർവെൽസ്, ഓരോ ഇന്റർവെല്ലിലും നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സാധനങ്ങൾ പഠിച്ച് റീവിസിറ്റ് ചെയ്യുന്നു. ലേണിംഗ് ഈസ് നത്തിങ് ബട്ട് ലേണിംഗ് ടു ലേണിംഗ്. ലേൺ ടു ലേൺ. പഠനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ഒന്നുമില്ല, പഠിക്കാൻ വേണ്ടി പഠിക്കുന്നതാണ് എന്ത്? പഠനം എന്നാണ് ബ്രൂണർ പറഞ്ഞത്. അതായത് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കുന്നതാണ് എന്ത്? പഠനം. അല്ലാണ്ട് ഫാക്ട് മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കുന്നതല്ല എന്ത്? പഠനം. ഇത്തരം കാര്യങ്ങളാണ് എന്ത്? നമുക്ക് ഒരു ബ്രൂണറിന്റെ തിയറികളിലൂടെ നമുക്ക് വേണമെച്ചാൽ പറയാൻ പറ്റുന്നത്. അദ്ദേഹം ഡിസ്കവറി ഇതിലോട്ടാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ബ്രൂണർ പറഞ്ഞ എന്താണെന്ന്? സ്കഫോൾഡർ അഥവാ ഫെസിലിറ്റേറ്റർ. സ്കഫോൾഡറും ഫെസിലിറ്റേറ്ററും നമുക്കറിയാലോ. അതായത് സ്കഫോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പൂർണ്ണമായ സപ്പോർട്ട് കൊടുത്ത് പിന്നെ മെല്ലെ കുട്ടികൾ പഠിക്കുന്നതിനനുസരിച്ചിട്ട് കുട്ടികൾക്കുള്ള സപ്പോർട്ട് കുറച്ച് വരുന്നതിനാണ് എന്ത്? സ്കഫോൾഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ എന്താണ് ഇനി പറയാനുള്ളത് ബ്രൂണറിന്റെ? അത്ര കാര്യങ്ങളൊക്കെ തന്നെ ബ്രൂണറിനെ കുറിച്ച് മെയിൻ ആയിട്ട് നമുക്ക് പറയുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്ത വരുന്ന ആള് ആരാണ്? ലേ വൈഗോട്സ്കി. ലേ വൈഗോട്സ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു USSR കാരനായിരുന്നു. നമ്മുടെ സോവിയറ്റ് യൂണിയന്റെ ഒരാളായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ 1917 1923 സോവിയറ്റ് യൂണിയൻ വിപ്ലവം നടന്ന സമയത്ത്, റഷ്യൻ വിപ്ലവം നടന്ന സമയത്ത് സോവിയറ്റ് യൂണിയന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു ആര്? ലേ വൈഗോട്സ്കി. ഓക്കെ, പിൽക്കാലത്ത് സോവിയറ്റ് യൂണിയനായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോ റഷ്യൻ ആൻഡ് സോവിയറ്റ് സൈക്കോളജിസ്റ്റ് ആണ് ആര്? വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയ ഒരാളും കൂടിയാണ് കേട്ടോ ഈ ലേ വൈഗോട്സ്കി. കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷത്തിനുള്ളിൽ മരിച്ചു. റഷ്യൻ ആൻഡ് സോവിയറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. അപ്പോ സോഷ്യൽ കൾച്ചറൽ തിയറി, അതാണ് ലേ വൈഗോട്സ്കിയുടെ തിയറിയുടെ പേര്. ഓക്കെ, സോഷ്യൽ
കൾച്ചറൽ തിയറി. സോഷ്യൽ കൾച്ചറൽ തിയറി എന്ന് പറഞ്ഞാൽ എന്താ? സോഷ്യൽ അഥവാ സാമൂഹികം അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള ഒരു തിയറിയാണ് എന്ത് ലേ വൈഗോട്സ്കി പ്രപ്പോസ് ചെയ്തത്. അപ്പോ ഈ തിയറിയിൽ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നുള്ളൊരു ആശയമാണ്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നൊരു ആശയം, അല്ലെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി എന്നും ഇതിന് പറയാറുണ്ട്. ഓക്കെ, ഇതാണ് എന്ത് ലേ വൈഗോട്സ്കി പ്രപ്പോസ് ചെയ്തത്. അപ്പൊ അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ മെന്റൽ ആൻഡ് കൊഗ്നിറ്റീവ് എബിലിറ്റീസ് ആർ നോട്ട് ബയോളജിക്കലി ഡിറ്റർമൈൻഡ്. നമ്മളുടെ മെന്റൽ അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് എബിലിറ്റികളൊന്നും എന്താണ് ബയോളജിക്കലി നമ്മൾ ജനിച്ചപരമായിട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നതല്ല. ബട്ട് ഇൻസ്റ്റഡ് ക്രിയേറ്റഡ് ആൻഡ് ഷേപ്ഡ്. അതെങ്ങനെ ഉണ്ടാവുന്നതാണ് പറയുന്നത്? ബൈ യൂസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് ടൂൾസ്. ഭാഷയിലൂടെയും നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലൂടെയും ഇൻ ദ പ്രോസസ് ഓഫ് ഇന്ററാക്ടിങ്, നമ്മൾ ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നതിലൂടെ, ആൻഡ് കൺസ്ട്രക്ടിങ് ദ കൾച്ചറൽ ആൻഡ് സോഷ്യൽ എൻവയോൺമെന്റ്. ഒരു സമൂഹത്തില് നമ്മൾ എങ്ങനെ ഇടപഴകുന്നു, നമ്മളുടെ ചുറ്റുമുള്ള സമൂഹം നമ്മളിൽ എങ്ങനെ ഇടപഴകുന്നു എന്നതിലൂടെയാണ്, ആ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷകളിലൂടെയും ആ സമൂഹത്തിൽ ഇടപെടാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലൂടെയുമാണ് എന്ത് ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ നമ്മളുടെ നോളജ് ലെവൽ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് എബിലിറ്റീസ്, ഹ്യൂമൻ മെന്റൽ എബിലിറ്റീസ് എല്ലാം വളർന്നു വരുന്നത് എന്നുള്ളതാണ് എന്ത് പറയുന്നത് നമ്മളുടെ ലേ വൈഗോട്സ്കി പറയുന്നത്. അവന്റെ ചുറ്റിലുള്ള കൾച്ചറൽ ആൻഡ് സോഷ്യൽ എൻവയോൺമെന്റിനാണ് ആര് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്? ലേ വൈഗോട്സ്കി പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് സോഷ്യൽ കൾച്ചറൽ തിയറി എന്ന പേരും അതേപോലെ തന്നെ കൾച്ചറൽ ആൻഡ് സോഷ്യൽ എൻവയോൺമെന്റ് ബേസ് ചെയ്തിട്ടാണ് ഒരാളുടെ കോഗ്നിറ്റീവ് എബിലിറ്റീസിൽ മാറ്റം ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കും. അപ്പോ വൈഗോട്സ്കി പറഞ്ഞത് എങ്ങനെ അറിയോ? നോളജ് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ചിൽഡ്രൻ. കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടല്ല ഒരു നോളജ് ഉണ്ടാവുന്നത്, കുട്ടികൾ ഉണ്ടാക്കിയെടുത്തിട്ട് കൺസ്ട്രക്ട് ചെയ്തെടുത്തിട്ടാണ് എന്തുണ്ടാവുന്നത്? ഒരു നോളജ് എന്ന കാര്യം ഉണ്ടാവുന്നത്. നോളജ് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ചിൽഡ്രൻ. അടുത്ത എന്താ? ഡെവലപ്മെന്റ് കനോട്ട് ബി സെപ്പറേറ്റഡ്. ഒരു ഡെവലപ്മെന്റ് കനോട്ട് ബി സെപ്പറേറ്റഡ് ഫ്രം ഇറ്റ്സ് സോഷ്യൽ കോണ്ടെക്സ്റ്റ്. ഒരു നോളജിന്റെ ഡെവലപ്മെന്റ് അതിന്റെ സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നിന്നും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കൾച്ചർ ഇസ് ദ മെയിൻ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. കൾച്ചർ ഇസ് ദ മെയിൻ ഡിറ്റർമിനന്റ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഒരു കുട്ടിയുടെ കൾച്ചർ, ഒരു കുട്ടിയുടെ സംസ്കാരം, ആ കുട്ടി വളർന്നു വരുന്ന സംസ്കാരമാണ് എന്ത് ആ കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നാണ്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തീരുമാനിക്കുന്നത് അതാണെന്നാണ് എന്ത് പറയുന്നത് ലേ വൈഗോട്സ്കി പറയുന്നത്. ലാംഗ്വേജ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ മെന്റൽ ഡെവലപ്മെന്റ്. ആ കുട്ടിയുടെ ഭൗതിക നിലയിലെ വളർച്ചയ്ക്ക് നമ്മളുടെ ലാംഗ്വേജ് അഥവാ ഭാഷ വളരെ വലിയൊരു റോള് നൽകുന്നുണ്ട് എന്നാണ് എന്ത് പറയുന്നത് ലേ വൈഗോട്സ്കി പറയുന്നത്, നമ്മളുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറിയിലൂടെ പറയുന്നത്. അപ്പോ സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. അതായത് സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിൽ നോളജ് ഉണ്ടാവുന്നത്, ഒരു കുട്ടിയിൽ നോളജ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാപ്പൻ ചെയ്യുന്നത്, അത് നടക്കുന്നത് ആദ്യം കുട്ടിയുടെ മനസ്സിലല്ല, അതായത് ഉള്ളിലല്ല, ഇന്റേണൽ ആയിട്ടല്ല, പകരം രണ്ടാളുകൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, രണ്ടാളുകൾ ഇടപഴകാൻ തുടങ്ങുമ്പോഴാണ് അത് ആദ്യം ഉണ്ടാവാൻ തുടങ്ങുന്നതാണ് വൈഗോട്സ്കി പറയാൻ തുടങ്ങുന്നത്. ചിൽഡ്രൻ ഡെവലപ്പ് തിങ്കിങ് സ്കിൽസ് ത്രൂ ഗൈഡഡ് കോൺവെർസേഷൻസ്. എങ്ങനെയാണ്? ഗൈഡഡ് കോൺവെർസേഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത് കുട്ടിയുടെ തിങ്കിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഒരാള് അല്ലെങ്കിൽ ഒരു സാറ് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ, ഒരു അധ്യാപകൻ, ഒരു മാതാപിതാവ്, ആരാണെച്ചാലും അവരുടെ ഒപ്പമുള്ള ഗൈഡഡ് കോൺവെർസേഷനിലൂടെയാണ് എന്ത്, അല്ലെങ്കിൽ അവരുടെ ഒപ്പമുള്ള ഷെയർഡ് ആക്ടിവിറ്റീസിലൂടെയാണ് അവന് കൂടുതൽ നോളജ് കിട്ടുന്നത്. വിത്ത് മോർ നോളജബിൾ അതേഴ്സ്. മോർ നോളജബിൾ അതേഴ്സ് എന്ന് കണ്ടില്ലേ? ഇതിനെ നമ്മൾ എന്ത് പറയും? മോർ നോളജബിൾ അതേഴ്സ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് MKO എന്ന് വൈഗോട്സ്കിയൻ ആശയത്തിലൂടെ പറയും, വൈഗോട്സ്കിയൻ സ്കൂൾ ഓഫ് സ്റ്റഡിയിലൂടെ നമ്മൾ പറയും. ഈ MKO എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ നോളജബിൾ അതേഴ്സ്, അതായത് എന്താ? എ പേഴ്സൺ ഹു ഹാസ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കൺസെപ്റ്റ് ഓർ ഐഡിയാസ്. ഒരു ഐഡിയയെ കുറിച്ച് തന്നേക്കാൾ ബെറ്റർ ആയിട്ടുള്ള, തന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്ന ഒരാളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? MKO അഥവാ മോർ നോളജബിൾ അതേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ MKOന്റെ ജോബ് എന്താ? MKOന്റെ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടു ഷെയർ ദയർ സുപ്പീരിയർ അണ്ടർസ്റ്റാൻഡിങ്. അവനുള്ള നല്ല അറിവ് ബാക്കിയുള്ളവരിലോട്ട് ഷെയർ ചെയ്യുന്നതാണ് എന്ത് നമ്മളുടെ MKOന്റെ ജോലി, അല്ലെ? അത് ആരാവാം? അതൊരു ടീച്ചർ ആവാം, അല്ലെങ്കിൽ ഒരു അധ്യാപകൻ അഥവാ അധ്യാപികയാവാം, ഒരു സുഹൃത്താവാം, ഒരു കൂട്ടുകാരനാവാം, അല്ലെങ്കിൽ അമ്മയാവാം, അച്ഛനാവാം, അല്ലെ? ടീച്ചർ, പാരന്റ്സ്, പിയേഴ്സ് ഒക്കെ ആവാം. ആര്? MKO. അടുത്തത് വരുന്നതാണ് എന്ത്? വൈഗോട്സ്കിയൻ തിയറിയിൽ വരുന്ന അടുത്ത ആശയമാണ് എന്ത്?
ZPD അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. അപ്പോ ഈ ZPD എന്താന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പറയും. നമുക്കൊരു ഗ്രാഫ് ചിത്രം നോക്കാം. ഇതാണ് ചിത്രം. ഞാൻ ഒരു ഫിസിക്സ് പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ എന്ത് പഠിക്കുകയാണ്, ഒരു കെമിസ്ട്രി പഠിക്കുകയാണ്. എനിക്ക് കെമിസ്ട്രി ഒട്ടും അറിയില്ല. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്രയേ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുക. ഇതാണ് എന്റെ സിലബസ്, ഈ പേജ് മൊത്തമാണ് എന്റെ സിലബസ്, അല്ലെ കെമിസ്ട്രി മൊത്തം. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ നീല കളറിൽ കാണുന്ന ഈ ഭാഗം മാത്രമേ എനിക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോ ഞാൻ എന്ത് ചെയ്തു? ഇത്രയും പഠിച്ചതിന് ശേഷം ഞാൻ എന്റെ കൂട്ടുകാരനെ വിളിക്കണം. എനിക്ക് ഇത്ര പോരാ, കുറച്ചും കൂടിയും പഠിക്കാനുള്ളതിന്റെ കഴിവുണ്ട്, പക്ഷെ എനിക്ക് പറ്റില്ല, ഒറ്റയ്ക്ക് പഠിച്ചാൽ എനിക്ക് എത്തില്ല. പക്ഷെ എന്റെ കൂട്ടുകാരനെ വിളിച്ചിട്ടോ, അലച്ച അവന് കുറെ കെമിസ്ട്രി അറിയാം, അലച്ച എന്റെ ടീച്ചറെ വിളിച്ചു, ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യും? അലച്ച കൂട്ടുകാരൻ എന്ത് ചെയ്യും? അവന്റെ അറിവും കൂടിയും കൂട്ടി വെച്ച് എന്നെ പഠിപ്പിച്ച് കുറച്ചുകൂടി ഉയർന്ന നിലയിലേക്ക് എത്തിക്കും. ഈ കെമിസ്ട്രി ഇത്രയും കൂടി എനിക്ക് പഠിപ്പിച്ചാണ്. അവന്റെ അലച്ച ടീച്ചറുടെ ഹെൽപ്പോട് കൂടി എന്റെ മാക്സിമം ലിമിറ്റ് ഇതാണ് ഒരു കെമിസ്ട്രി പഠിക്കാനുള്ളത്. ആ മാക്സിമം ലിമിറ്റിലോട്ട് ഞാൻ എങ്ങനെ എത്തി? ഒരു MKOന്റെ സഹായത്തോടു കൂടി എത്തി. അപ്പോ ഈ MKOന്റെ സഹായത്തോടെ എത്തിയ ഈ ഒരു ദൂരമുണ്ടല്ലോ, ഈ ഒരു ദൂരവും ഞാൻ ഒറ്റയ്ക്ക് എത്തിയ ഈ ഒരു ദൂരം ഉണ്ടല്ലോ, ഏതൊക്കെ ദൂര? ഞാൻ ഒറ്റയ്ക്ക് എത്തിയ ഈ ഒരു ദൂരവും ഞാൻ സഹായത്തോടു കൂടി എത്തിയ ഈ ഒരു ദൂരവും, ഈ ദൂരം തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? ZPD അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡിസ്റ്റൻസ്. മനസ്സിലായില്ലേ? എനിക്ക് ഒറ്റയ്ക്ക് പഠിച്ചെത്താനുള്ള ദൂരവും ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരന്റെ കൂടെയോ ഒരു ടീച്ചറുടെ കൂടെയോ എത്താൻ അതെങ്ങനെ ഉപയോഗിക്കുന്നത്? വേറൊരാളുടെ നോളജ് ഉപയോഗിച്ചിട്ട്, ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട്, ടൂൾസ് ഉപയോഗിച്ചിട്ട് ഞാൻ എത്തുന്നത്. ഓക്കെ, അതാണ് എന്ത്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. നോക്കൂ, ഗ്യാപ് ബിറ്റ്വീൻ വാട്ട് എ ചൈൽഡ് ക്യാൻ ഡു എലോൺ ആൻഡ് വാട്ട് ദേ ക്യാൻ ഡു വിത്ത് എ സപ്പോർട്ട്. ദാറ്റ് ഈസ് zone of proximal development. Growth occurs when teacher or peers provide just enough help to bridge the gap. ആ ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ബ്രിഡ്ജ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് അലച്ച MKO, അല്ലെ? ഈ MKO ആണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ എന്തുകൂടി പറയാറുണ്ട്? ലേണിംഗ് സ്വീറ്റ് സ്പോട്ട് എന്നും കൂടി നമ്മളുടെ വൈഗോട്സ്കിയൻ ആശയത്തിലൂടെ പറയാറുണ്ട്. മനസ്സിലായില്ലേ? എന്താണ് MKO, എന്താണ് ZPD? സംശയമില്ലല്ലോ. അതേപോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് എന്ത്? സ്കഫോൾഡിങ്. വൈഗോട്സ്കി ആണ് എന്ത് ചെയ്ത്? സ്കഫോൾഡിങ് എന്നുള്ള ആശയം ആദ്യം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതിനെ ഒരു വാക്കായിട്ട്, സ്കഫോൾഡിങ് എന്ന വാക്ക് കോയിൻ ചെയ്തതാരായിരുന്നു? നമ്മളുടെ ബ്രൂണർ ആയിരുന്നു, മറക്കരുത്. ഇനി വൈഗോട്സ്കി വ്യൂഡ് ലാംഗ്വേജ് ആസ് ദ പ്രൈമറി കൾച്ചറൽ ടൂൾ. ആദ്യത്തെ സാമൂഹികമായിട്ടുള്ള ഒരു ഉപകരണം ഏതാണ്? നമ്മളുടെ ഭാഷയാണെന്നാണ് ആര് പറഞ്ഞത്? വൈഗോട്സ്കി പറഞ്ഞത്. അതെ, വൈഗോട്സ്കി ഭാഷയിലൂടെ ഉദ്ദേശിച്ച വേറൊരു കാര്യം കൂടിയുണ്ട്. സ്റ്റാർട്ട്സ് വിത്ത് സോഷ്യൽ സ്പീച്ച്. സോഷ്യൽ സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സോഷ്യൽ ആയിട്ടുള്ള ഒരു സംസാരം, വർത്തമാനം. നമ്മൾ വേറൊരാളായിട്ടോ നമ്മുടെ സുഹൃത്തായിട്ടോ ചെയ്യുന്ന കാര്യം എന്താണത്? ഒരു വർത്തമാനം, വേറൊരു മനുഷ്യനുമായിട്ടുള്ളത്. അതിൽ നിന്ന് തുടങ്ങി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രൈവറ്റ് സ്പീച്ചിലോട്ട് കടന്നു പോകും. അതായത് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്റെ കാര്യങ്ങൾ ഞാൻ ഉറക്കെ പറയാറുണ്ടല്ലോ. ചിലർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അയ്യോ ഇതിങ്ങനെ ആയിരുന്നില്ലല്ലോ, എന്തെങ്കിലും തെറ്റി കണക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്, എനിക്കിങ്ങനെ തെറ്റുപറ്റി, അയ്യോ തെറ്റുപറ്റി എന്ന് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഒറ്റയ്ക്ക് തന്നെ പുറത്ത് സൗണ്ട് കേൾക്കുന്ന രീതിയിൽ പറയാറുണ്ട്, അല്ലെ? അതാണെന്ത്? പ്രൈവറ്റ് സ്പീച്ച്. അതിൽ നിന്നും പോയിട്ട് ഏറ്റവും അവസാനം എന്താണ് എത്തേണ്ടത്? നമ്മളുടെ ഇന്നർ സ്പീച്ചിലോട്ട്, ഈ പുറത്ത് പറയാണ്ട് എന്റെ ചിന്തകളെല്ലാം എന്റെ മനസ്സിലൂടെ തന്നെ കടന്നു പോകുന്ന രീതിയിലോട്ട് എത്തുന്നു. അവിടെയാണ് എന്തുണ്ടാവുന്നത്? ഇന്നർ സ്പീച്ചിലോട്ട് എത്തുമ്പോഴാണ് നമ്മളുടെ ഗോള് കംപ്ലീറ്റ് ആവുന്നതാണ് വൈഗോട്സ്കി പറഞ്ഞിട്ടുള്ളത്. ഇതാണ് എന്ത്? വൈഗോട്സ്കിയന്റെ ആശയം. വൈഗോട്സ്കിയൻ ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ആയിരുന്നു. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി തുടങ്ങിയത് തന്നെ ആരാണ്? നമ്മളുടെ വൈഗോട്സ്കിയാണ്. ഓക്കെ, ഇനി അടുത്ത പറഞ്ഞാണ് എന്ത്? റോബർട്ട് M. ഗാഗ്നെ. ഗാഗ്നേസ് തിയറി. ഗാഗ്നേസ് തിയറി ഒക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോ. ഗാഗ്നെ ആരായിരുന്നു? ഒരു അമേരിക്കൻ എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഇതാണെന്ത്? ബുക്കാണെന്ത്? കണ്ടീഷൻസ് ഓഫ് ലേണിംഗ്. അല്ല, അദ്ദേഹത്തിന്റെ ഒരു തിയറി ആയിരുന്നു എന്ത്? കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്താണ്? ഒരു സിമ്പിൾ ടു കോംപ്ലക്സ് അപ്രോച്ചിലൂടെയാണ് എന്ത്? ഹൈറാർക്കി നടത്തിയിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തിന്റെ തിയറി ഒന്ന് ജസ്റ്റ് ഓടിച്ചു നോക്കാം. ഒരു 8 ടൈപ്പ് ഹൈറാർക്കിക്കൽ ഓർഡറിലോട്ട് നമ്മൾ ഗാഗ്നെ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ. ഏതാണ് ആദ്യത്തെ? സിഗ്നൽ ലേണിംഗ് എന്നുള്ളത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് എന്നുള്ളത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല, മുന്നത്തെ ക്ലാസ്സുകളിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് എന്ത്? ഗാഗ്നേസ് തിയറി. അടുത്തത് എന്താണ്? ചെയിൻ ലേണിംഗ്, വെർബൽ അസോസിയേറ്റ് ലേണിംഗ് മുന്നേ പഠിച്ചിട്ടുണ്ട്. മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ പഠിച്ചിട്ടുണ്ട്. കൺസെപ്റ്റ് ലേണിംഗ് പഠിച്ചിട്ടുണ്ട്. അതേപോലെ ലേണിംഗ് ഓഫ് പ്രിൻസിപ്പിള്,
പ്രോബ്ലം സോൾവിംഗും പഠിച്ചിട്ടുണ്ട്. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞുകൊണ്ട് ഞാൻ അത് വീണ്ടും പറഞ്ഞ് ലെങ്തി ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ലാസ്റ്റ് വരുന്ന ഒരാളാണെന്ത്, ഹൊവാർഡ് ഗാർഡ്നർ. ഹൊവാർഡ് ഗാർഡ്നർ ഒരു അമേരിക്കൻ ഡെവലപ്മെന്റൽ സൈക്കോളജിസ്റ്റ് ആണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഒരു തിയറിയാണ് എന്ത്, തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറി. അതായത് ഒന്നിലധികമുള്ള ഒരു ബുദ്ധി അല്ലെങ്കിൽ എന്താ ഇന്റലിജൻസ് ഓരോ മനുഷ്യരിലും ഉണ്ടാവും എന്ന് പറയുന്നതാണ്. അത് അദ്ദേഹം ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിലാണ് എന്ത് ചെയ്തത്, ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചു വന്നത്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന്, അല്ലെങ്കിൽ മൾട്ടി ഡയമെൻഷണൽ ഇന്റലിജൻസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, ബഹുനില ഇന്റലിജൻസ് എന്നോ അല്ലച്ച ബഹുതര ഇന്റലിജൻസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലേ? അത് അദ്ദേഹത്തിന്റെ ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞ പുസ്തകത്തിലാണ് ആദ്യമായിട്ട് അച്ചടിച്ചു വന്നത്. അപ്പോ ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ എന്താ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ മനുഷ്യനും ഒന്നിലധികം തരത്തിലുള്ള ഇന്റലിജൻസ് ഉണ്ടായിരിക്കും. ഓരോ വ്യക്തിക്കും ഒന്നിലധികം തരത്തിലുള്ള ഇന്റലിജൻസ് ഉണ്ടായിരിക്കും. അപ്പോ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു 7 തരത്തില്, ശരിക്കും 9 തരത്തിലാണ്, ആദ്യം 7 തരത്തിലും പിന്നെ 2 തരത്തിൽ കൂടി ഇന്റലിജൻസിനെ വേർതിരിച്ചു. അത് ഏതൊക്കെയാണെന്ന് നോക്കണം. അതിന് മുന്നേ ആദ്യം അദ്ദേഹം ഇന്റലിജൻസ് എന്നുള്ള ഉദ്ദേശം എന്താ, കപ്പാസിറ്റി ടു സോൾവ് ഓർ ടു ഫാഷൻ പ്രൊഡക്ട്സ് that are valued in one or more cultural settings. ഒരു സാമൂഹിക പ്രശ്നത്തിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് ഉപയോഗിക്കുന്ന നമ്മളുടെ കപ്പാസിറ്റി, നമ്മളുടെ ഒരു പ്രോബ്ലം സോൾവിങ്ങിനുള്ള ഒരു കപ്പാസിറ്റി ആയിട്ട്, ഒരു സാമൂഹിക പ്രോബ്ലം അല്ലെങ്കിൽ നമ്മൾ സാമൂഹികമായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നം നേരെയാക്കാനുള്ള നമ്മളുടെ കപ്പാസിറ്റി ആയിട്ടാണ് എന്ന് പറയുന്നത് ഇന്റലിജൻസിനെ പറയുന്നത്. വി മേ ആൾ ഹാവ് ദിസ് ഇന്റലിജൻസ്. നമുക്ക് എല്ലാവർക്കും എന്തുണ്ടാവും, ഇന്റലിജൻസ് ഉണ്ടാവും. ബട്ട് അവർ പ്രൊഫൈൽ ഓഫ് ദിസ് ഇന്റലിജൻസ് മേ ഡിഫർ ഇൻഡിവിജ്വലി. അതായത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും എന്തുണ്ടാകുന്നത്, ഇന്റലിജൻസ് ഉണ്ടായിരിക്കുന്നത്. ഇത് ബേസ്ഡ് ഓൺ ജെനറ്റിക്സ് ഓർ എക്സ്പീരിയൻസ്. ഇത് ജെനറ്റിക്സും എക്സ്പീരിയൻസും ബേസ്ഡ് ആണ്. പക്ഷേ ജെനറ്റിക്സ് ബേസ്ഡ് ആണെന്ന് പറയുന്നതിന്റെ ഒപ്പം തന്നെ അദ്ദേഹം എന്തുകൂടി പറഞ്ഞിട്ടുണ്ട്, ഇന്റലിജൻസ് ഈസ് നോട്ട് എൻറ്റയർലി ജെനറ്റിക്. ഇന്റലിജൻസ് എന്നുള്ളത് എൻറ്റയർലി ജെനറ്റിക് അല്ല, ജനിക്കുമ്പോ തന്നെ കിട്ടുന്ന കാര്യമല്ല എന്ത് ഇന്റലിജൻസ്. അത് മുഴുവനായും ജെനറ്റിക് അല്ല, എന്നാൽ ജെനറ്റിക്കിന്റെ കുറച്ച് സവിശേഷതകൾ കൂടി ഉണ്ടാവും. നമ്മൾക്ക് എക്സ്പീരിയൻസിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം, ഇന്റലിജൻസ് ഉണ്ടാക്കാം. പീപ്പിൾ ആർ നോട്ട് ബോൺ വിത്ത് ആൾ ഓഫ് ദ ഇന്റലിജൻസ് ദേ വിൽ എവർ ഹാവ്. അതായത് ഒരാൾക്കുള്ള എല്ലാ ഇന്റലിജൻസും ആയിട്ടല്ല അയാൾ ആൾറെഡി ജനിച്ചു വീഴുന്നത്. അവൻ അവന്റെ എക്സ്പീരിയൻസിലൂടെയാണ് എന്തുണ്ടാവുന്നത്, ഭൂരിഭാഗം ഇന്റലിജൻസ് കൂടി അക്വയർ ചെയ്യുന്നത്. അപ്പൊ ഓരോ ഇൻഡിവിജ്വലിനും എന്തുണ്ട്, അവന്റേതായിട്ടുള്ള യുണീക്ക് എബിലിറ്റീസ് ഉണ്ട് എന്നാണ് ആര് പറയുന്നത്, നമ്മളുടെ ഗാർഡ്നർ പറയുന്നത്. അപ്പോ ഇന്റലിജൻസ് ക്യാൻ ബി നർട്ടേഡ് ആൻഡ് ഗ്രോൺ ത്രൂ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് ഇൻഡിവിജ്വൽ. ഓരോ വ്യക്തികളായിട്ടോ അല്ലച്ച ഒരു വ്യക്തിയും ഒരു സമൂഹവുമായിട്ടുള്ള ഇടപഴകലിലൂടെയാണ് എന്തുണ്ടാവുന്നത്, ഓരോ ഇന്റലിജൻസും അയാളില് വളരുന്നത്. അതാണ് എന്ത് പറയുന്നത്, നമ്മളുടെ ഗാർഡ്നർ പറയുന്നത്. അപ്പോ ഏതൊക്കെയാണ് ഇന്റലിജൻസ്? നമുക്ക് ആദ്യത്തെ 7 ഇന്റലിജൻസ് ഒന്ന് വായിച്ചു നോക്കാം. ആദ്യം വരുന്നതാണ് എന്ത്, വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ്. വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. എന്താ, പീപ്പിൾ ഹു ആർ സ്ട്രോങ് ഇൻ വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് ആർ ഗുഡ് അറ്റ് വിഷ്വലൈസിങ് തിങ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിഷ്വലൈസിങ് ചെയ്യാൻ പറ്റുന്നവര്. ഇപ്പൊ നമുക്കൊരു കൂട്ടുകാരൻ ഉണ്ടാവും, ഏത്, നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് കൊടുത്തിട്ട് വഴി പറഞ്ഞു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ, കൂടംകുളത്തേക്ക് എത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ കുന്നംകുളത്തേക്ക് എത്തിക്കുന്ന ഒരുത്തൻ ഉണ്ടാവും, അല്ലേ? എന്നാൽ ചില ആളുകൾ ഉണ്ടാവും, മാപ്പ് നോക്കിയിട്ട് നമുക്ക് വഴി മാപ്പ് ഒന്നും ഇടാതെ തന്നെ ജസ്റ്റ് ഒന്നിട്ട് നോക്കിയതിനു ശേഷം എനിക്ക് വഴി മനസ്സിലായി, അല്ലെങ്കിൽ ഒരു തവണ പോയ വഴിയിലൂടെ വീണ്ടും എത്ര തവണ വേണിച്ചാലും കൊണ്ടുപോവാം, അവനെ വിശ്വസിച്ച് പോവാം. കാരണം എന്താ, അവന് വഴി ആൾറെഡി പഠിഞ്ഞിട്ടുണ്ടാവും, അല്ലേ? ചിലവർക്ക് ചില ചാർട്ടുകൾ കാണുമ്പോഴോ അല്ലെങ്കിൽ വീഡിയോകൾ കാണുമ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ കണ്ടുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കാണുന്നതാണ് എന്ത്, അവന്റെ സ്പെഷ്യാലിറ്റി. അങ്ങനെയുള്ളവരാണ് എന്ത്, വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് ഉള്ളതോ. അങ്ങനെയുള്ളവർക്ക് പറ്റിയ കരിയർ എന്താണ്, ആർക്കിടെക്ട് ആവാം, ആർട്ടിസ്റ്റുകളാവാം, എഞ്ചിനീയറുകളാവാം. അങ്ങനെയുള്ളതൊക്കെയാണ് എന്ത്, അവരുടെ കരിയറുകൾ ഏറ്റവും നല്ലതുണ്ടാകുന്നത്. അല്ലെങ്കിൽ നാവിഗേറ്റേഴ്സ്, സ്കൾപ്ചേഴ്സ്, അല്ലെങ്കിൽ വിഷ്വൽ ആർട്ടിസ്റ്റുകള്, VFX ആർട്ടിസ്റ്റുകള്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായിരിക്കും, അവന് ഏറ്റവും നല്ലതായിരിക്കും, അല്ലെ? ഇന്റീരിയർ ഡിസൈനേഴ്സുകള്, അവർക്കൊക്കെ എന്തായിരിക്കണം, ഒരു കാര്യം കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലായിരിക്കണം, അല്ലെ? അടുത്താണ് എന്ത്, വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചിലവരുണ്ടാവും, നമ്മുടെ കൂട്ടുകാരെ വളരെ നന്നായിട്ട് പ്രസംഗിക്കുന്ന, വളരെ നന്നായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, അവരുടെ സംസാരം കേട്ടുകൊണ്ടിരിക്കാൻ നമുക്ക് ഇഷ്ടമാവും. വളരെ നല്ല കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ വാതാരാതെ വർത്താനം പറയുന്ന, ഉപദ്രവിക്കാതെ വർത്താനം പറയുന്ന ആളുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ വളരെ നന്നായി എഴുതുന്ന, കവിത എഴുതുന്ന ആളുകൾ ഉണ്ടായിരിക്കും, അല്ലെ? എന്താ, ഏബിൾ ടു യൂസ് വേർഡ്സ് വെൽ ബോത്ത് വെൻ റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. സംസാരിക്കാനും എഴുതാനും നന്നായി പറ്റുന്ന ആളുകളെയാണ് എന്ന് പറയുന്നത് വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ളവർ എന്ന് പറയുന്നത്.
These individuals are typically very good at writing stories, മെമ്മറൈസിങ് ഇൻഫർമേഷൻ ആൻഡ് റീഡിങ്. അവർക്ക് പറ്റിയ ഏതൊക്കെയാ? റൈറ്റർ, ജേർണലിസ്റ്റ്, ലോയർ, ടീച്ചർ, പൊളിറ്റീഷ്യൻ, ഇതൊക്കെ എന്താണ്? ട്രാൻസ്ലേറ്റേഴ്സ്, നമുക്ക് വേണമെച്ചാൽ ഒരു ലീഡർ, അങ്ങനെയൊക്കെ എന്ത് വേണമെച്ചാലും ആവാം. അതൊക്കെ എന്താണ്? നമ്മളുടെ ഒരു വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസിൽ പറയാൻ പറ്റുന്നതാണ്. ഇനി നല്ല ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉള്ളവരുണ്ടാവും നമ്മളുടെ ഒപ്പം. അതായത് മാത്സ് പരീക്ഷയ്ക്ക് നല്ല മാർക്കും നമ്മളുടെ ബാക്കിയുള്ള മലയാളം സോഷ്യൽ പരീക്ഷയ്ക്കൊക്കെ മാർക്ക് പോയി കുറഞ്ഞ് തോൽക്കാറായി നിൽക്കുന്ന കുറെ കൂട്ടുകാർ നമുക്കുണ്ടാവും. അവൻ എങ്ങനെ നോക്കിയാലും മാത്സിൽ എന്താണ്? മാത്സിൽ A+ ഉണ്ടാവും. ബാക്കിയുള്ളവർക്ക് എന്തായിരിക്കും? അവന് മാർക്ക് കുറവായിരിക്കും. അങ്ങനെയുള്ളവർക്ക് എന്താണ്? മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് അവന്റെ എന്താണ്? ഹൈ ആയിരിക്കും. അല്ലെങ്കിൽ ലോജിക്കൽ ഇന്റലിജൻസ് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അവരെന്താണ്? ഗുഡ് അറ്റ് റീസണിങ്, റെക്കഗ്നൈസിങ് പാറ്റേൺസ് ആൻഡ് ലോജിക്കലി അനലൈസിങ് പ്രോബ്ലംസ്. These individuals tend to think conceptually about numbers, relationship and patterns. നമ്പേഴ്സിനെ കുറിച്ചും റിലേഷൻഷിപ്പിനെ കുറിച്ചും പാറ്റേൺസിനെ കുറിച്ചും ഇവർക്ക് നല്ല അഗാധമായ മനസ്സിൽ അറിവുണ്ടായിരിക്കും. ഇവർക്ക് പറ്റിയ മേഖല ഏതായിരിക്കും? സയന്റിസ്റ്റുകൾ, മാത്തമാറ്റിക്കുകൾ, അതേപോലെ കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ്, എഞ്ചിനീയേഴ്സ്, അക്കൗണ്ടൻസ്, ഇവരൊക്കെ എന്താണ്? ഇതിനൊക്കെ പറ്റിയ ആളുകളായിരിക്കും. മനസ്സിലായില്ലേ? ഇതാണെന്ത്? ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. അടുത്ത എന്താണ്? ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്. ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരവുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ നമ്മുടെ മെയ്വഴക്കം എന്നൊക്കെ നമുക്ക് പറയാം. ചിലവരുണ്ടാവില്ലേ കളരി അല്ലെങ്കിൽ സ്പോർട്സുകൾ, നല്ല സ്പോർട്സ് അത്ലറ്റുകൾ ഉണ്ടാവും, അത്ലറ്റിക്കുകൾ, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ജിംനാസ്റ്റിക്കുകൾ. അവർക്കൊക്കെ എന്തായിരിക്കും? നമ്മളുടെ ബോഡി വളരെ അടിപൊളിയായിട്ട് വളരെ മെയ്വഴക്കത്തിലൂടെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടാവും. ഗുഡ് അറ്റ് ബോഡി മൂവ്മെന്റ്. നമ്മളുടെ ആക്ടർമാർ, മോഹൻലാലിന്റെ മുഖം മോഹൻലാൽ അഭിനയിക്കുമ്പോൾ മാറുന്നതിനനുസരിച്ചിട്ട് എനിക്ക് എന്റെ മുഖം മാറ്റാൻ പറ്റില്ല. അതെന്താ? മോഹൻലാല് ബോഡിലി ഇന്റലിജൻസ് ഉള്ള ഒരാളാണ്, അല്ലേ? പെർഫോമിംഗ് ആക്ഷൻസ്, ഫിസിക്കൽ കൺട്രോള്. ഉസൈൻ ബോൾട്ട് ഓടുന്ന പോലെ ഐസക് ന്യൂട്ടൺ ഓടാൻ പറ്റില്ല. ഐസക് ന്യൂട്ടൺ എന്തായിരിക്കും? മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉള്ള ഒരാളായിരുന്നു. ഉസൈൻ ബോൾട്ട് എന്താണ്? കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ഉള്ള ഒരാളാണ്. People who are strong in this area tend to have an excellent hand-eye coordination. അതായത് ഇപ്പോ നെയ്മർ, മെസ്സി ആലോചിച്ച് നോക്കാം. അവരുടെ കൈയും അവരുടെ കണ്ണും, കൈ വഴുകുന്നിടത്ത് കണ്ണെത്തും എന്നൊക്കെ പറയില്ലേ നമ്മള്? അതേപോലുള്ള ആളുകളാണ് അവരൊക്കെ. ഓക്കെ, അടുത്തെന്താ? മ്യൂസിക്കൽ റിതമിക് ഇന്റലിജൻസ്. മ്യൂസിക്കൽ റിതമിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല താളബോധമുള്ള AR റഹ്മാനെ പോലെയോ ഇളയരാജയെ പോലെയോ ഉള്ള താളബോധമുള്ള ആളുകൾ നമ്മളുടെ ചുറ്റും ഉണ്ടായിരിക്കും. ചിലപ്പോൾ നന്നായിട്ട് പാട്ട് പാടുന്ന ആളുകളൊക്കെ. അവർക്കൊക്കെ എന്താണ്? മ്യൂസിക്കൽ റിതമിക് ഇന്റലിജൻസ് ഉണ്ട്. അല്ലെങ്കിൽ യേശുദാസ് ഒക്കെ എന്താണ്? മ്യൂസിക്കൽ റിതമിക് ഇന്റലിജൻസ് ആണ്. ഗുഡ് അറ്റ് തിങ്കിങ് പാറ്റേൺസ്, റിതംസ് ആൻഡ് സൗണ്ട്സ്. ദേ ഹാവ് എ സ്ട്രോങ് അപ്രിസിയേഷൻ ഫോർ മ്യൂസിക് ആൻഡ് ആർ ഓഫൺ ഗുഡ് അറ്റ് മ്യൂസിക്കൽ കമ്പോസിഷൻ ആൻഡ് പെർഫോമൻസ്. അല്ലേ? ആറാമത് വരുന്ന എന്താണ്? ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടായിരിക്കും. നമ്മളെ മനസ്സിലാക്കുന്ന ആളുകൾ, നമ്മളുടെ ഇമോഷൻസ്, നമ്മളുടെ അവസ്ഥ, നമ്മളുടെ ആഗ്രഹങ്ങൾ, ഫീലിങ്സ്, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അല്ലെ? അങ്ങനെ ഒരു ഇൻഡിവിജ്വലിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന്, അവന്റെ മനസ്സിലുള്ള ഇമോഷൻസ് എന്താണെന്ന് അസസ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് എന്ത്? ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ളത്. ഇവർക്ക് പറ്റിയ ഏറ്റവും നല്ല കാര്യം എന്താണ്? നമുക്ക് അവർക്ക് നല്ലൊരു നേതാവാകാൻ പറ്റും. ബാക്കിയുള്ളവന്റെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ അവൻ എന്താണ്? ഒരു പൊളിറ്റീഷ്യൻ ആവാൻ പറ്റും. അല്ലെങ്കിൽ ഒരു സെയിൽസ് പേഴ്സൺ, ആ വരുന്ന ആളുകൾക്ക് എന്താണ് വേണ്ടത് അവന് മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന, അതേപോലെ കൗൺസിലേഴ്സ്, അല്ലെങ്കിൽ നമ്മളുടെ രോഗികളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കൗൺസിലേഴ്സ്, അതേപോലെ ഫിലോസഫർ, സൈക്കോളജിസ്റ്റ്, ഇതൊക്കെ എന്താണ്? ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ളവർക്ക് പറ്റുന്ന കരിയേഴ്സ് ആണ്. ഏഴാമത്തെയാണ് എന്ത്? ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവനെ തന്നെ മനസ്സിലാക്കുക, അഹത്തെ മനസ്സിലാക്കുക എന്നൊക്കെ നമുക്ക് പറയാം. അഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ, ഇല്ല, അഹത്തെ മനസ്സിലാക്കുന്നവർ. അപ്പൊ എന്താ? ഗുഡ് അറ്റ് ബീയിങ് അവെയർ ഓഫ് ദെയർ ഓൺ ഇമോഷണൽ സ്റ്റേറ്റ്സ്, ഫീലിംഗ്സ് ആൻഡ് മോട്ടിവേഷൻസ്. They tend to enjoy self-reflection and analysis, including daydreaming, exploring relationships with others, and assessing their personal strength. അവർക്ക് എന്താണ്? സ്വയം മനസ്സിലാക്കും. എന്റെ ലിമിറ്റ്സ് എന്തൊക്കെയാണ്, ഞാൻ എന്തൊക്കെ ആയിരിക്കാൻ പറ്റും, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് സ്വയം മനസ്സിലാക്കുന്ന ആളുകള്. അവരെന്താണത്? നല്ല റൈറ്റേഴ്സ് ആയിരിക്കാം, തിയറികൾ ഉണ്ടാക്കുന്നവരായിരിക്കാം, സയന്റിസ്റ്റുകളാവാം അവർക്ക്, അതേപോലെ ഫിലോസഫേഴ്സ് ആയിരിക്കാം. ഇതൊക്കെയാണ് എന്ത്? നമ്മളുടെ ആദ്യത്തെ ഗാർട്ണർ പറഞ്ഞിട്ടുള്ള 7 ഇന്റലിജൻസുകൾ, അല്ലേ? അതിനുശേഷം അവരെന്ത് ചെയ്തു? ഗാർട്ണർ 2 കൂടി
അസോസിയേറ്റ് ചെയ്തു. പക്ഷെ അത് അത്ര വളരെ വിജയിച്ചില്ല. അതിൽ 8ാമതായിട്ട് വരുന്നതാണ് എന്ത്? നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. അതായത് ചില ആളുകൾ അപ്പോ ഇന്ന് രാവിലെ നീച്ചു കഴിഞ്ഞാൽ തന്നെ ചിലർ പറയുന്നുണ്ടാവും, ചിലപ്പോൾ നമുക്ക് അച്ഛന്മാരോ അമ്മമാരൊക്കെ നീച്ചാൽ തന്നെ ചിലവരുടെ ഒക്കെ പറയാനുണ്ടാവും, ഇന്ന് നല്ല മഴ പെയ്യുന്ന തോന്നണത്. നമ്മളുടെ പഴയ മുത്തശ്ശന്മാരൊക്കെ പറയില്ലേ, കാണുമ്പോൾ തന്നെ ഇന്ന് മഴ പെയ്യും അല്ലെങ്കിൽ ഇന്ന് നല്ല കാറ്റുണ്ടാവുന്ന. അപ്പൊ നമ്മൾ ആഘോഷത്തോട് നോക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും കാണില്ല. പക്ഷെ വൈകുന്നേരം ഒരു 4 മണി ആയി കഴിഞ്ഞാൽ കാണാൻ നല്ല മഴ വരുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഇവരെങ്ങനെ ഇത്ര നേരത്തെ പറഞ്ഞു എന്നുള്ളത്. അവർക്ക് എന്തുണ്ട്? നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ഉണ്ട്. അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ചില ചെടികൾ കണ്ടു കഴിഞ്ഞാൽ, അപ്പോ നമ്മൾ യാത്ര പോകുമ്പോൾ ഒരു കാടെത്തി, കാട്ടിൽ ചില ചെടികൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് പറയും? ഇത് ഈ മരമാണ്, ഇതിന് ഇതൊക്കെയാണ് പ്രത്യേകതകൾ, അല്ലെങ്കിൽ ഇതിന്റെ കായ കഴിക്കാൻ പാടുള്ളതല്ല. അങ്ങനെയൊക്കെ ആര് പറയും? നമ്മുടെ അമ്മമാരും മുത്തശ്ശന്മാരൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ ചില കൂട്ടുകാരന്മാര് പറയാറുണ്ട്. അവർക്കൊക്കെ എന്തുണ്ട്? നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ഉണ്ട്. ഓരോ ഇല കാണുമ്പോഴും ഏതാ ചെടി എന്ന് മനസ്സിലാക്കുന്ന ആളുകൾക്ക്, അല്ലേ? ഓക്കെ, ഇനി അടുത്ത വരുന്നതാണ് എന്താ? എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്. ഇവർക്ക് വേണമെച്ചാൽ നേരത്തെ പറഞ്ഞ നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസുകാർക്ക് വേണമെച്ചാൽ എന്താവാം? ആർക്കിയോളജിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ബോട്ടണിസ്റ്റ് ആവാം, സുവോളജിസ്റ്റ് ആവാം. ഇതൊക്കെയാണ് അവർക്ക് ഏറ്റവും നല്ല ഏരിയാസ്. അതേപോലെ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളത് ലാസ്റ്റ് തള്ളിപ്പോയ ഒരു ഇന്റലിജൻസ് കൂടിയാണ്. എബിലിറ്റി ടു ഡെൽവ് ഇൻ ടു ഡീപ്പർ ക്വസ്റ്റ്യൻസ് അബൌട്ട് ലൈഫ് ആൻഡ് എക്സിസ്റ്റൻസ്. ഞാൻ എങ്ങനെ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾക്കാർ എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു സ്പിരിച്വൽ വാല്യൂ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ എത്തിക്കാം. പക്ഷെ ഇത് അത്ര വിജയിച്ചില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത്? 7 ഇന്റലിജൻസും പിന്നെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത 2 ഇന്റലിജൻസും, ഗാർഡനറുടെ ഇന്റലിജൻസിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയിലൂടെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇതൊക്കെ വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ്, അതേപോലെ ലിംഗ്വിസ്റ്റിക് വെർബൽ ഇന്റലിജൻസ്, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. ഇന്റർപേഴ്സണലും ഇൻട്രാപേഴ്സണലും മാറിപ്പോരുത്. ഇന്റർപേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയുള്ളവരുമായിട്ട് വേറൊരാളുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്നതാണ് എന്ത്? ഇന്റർപേഴ്സണൽ. എന്നാൽ ഇൻട്രാപേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കുന്നത്. പിന്നെന്താ? ലോജിക്കൽ, മ്യൂസിക്കൽ, ബോഡി കൈനസ്തെറ്റിക്സ് ആൻഡ് നാച്ചുറലിസ്റ്റിക്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വളരെ മെയിൻ ആയിട്ടുള്ളത്. ഇപ്പൊ നമ്മള് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു സെഷന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫൈനൽ റിവിഷൻ എന്ന പോലെ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരു തവണ കൂടി ക്ലാസ് എടുക്കാം. ഇനി എന്തെങ്കിലും മാറ്റം വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സുകൾ ഏതിനെ കുറിച്ചാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇനി എഡ്യൂക്കേഷണൽ പോളിസീസിനെ കുറിച്ച് ക്ലാസ് എടുക്കാനും, അതേപോലെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടുമാണ്. നോക്കാം നമുക്ക് എന്തായാലും. ഓക്കെ, താങ്ക് യു.